നമ്മളെപ്പോഴും ചെയ്യുന്നത് ഒന്നോ രണ്ടോ കേസ് ഹിസ്റ്ററി എടുത്തിട്ട് അത് അനലൈസ് ചെയ്യാം. അതിന് നമ്മൾ ഉടമ്പടി വചന വിചാരമെന്ന് പറയും. അതായത് ഒരു സാക്ഷ്യം എടുത്തിട്ട് അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഉടമ്പടി തത്വങ്ങൾ എന്താണ്, അതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് എന്താണ്, നമ്മൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന ഒരു ഫോർമുല, സൂത്രവാക്യം, അത് നമ്മളെടുത്താൽ എങ്ങനെ നമ്മുടെ വിഷയത്തിൻ്റെ മേൽ പ്രശ്നത്തിന് ഒരു സോൾവിങ് ഉണ്ടാവും. നമ്മളിന്ന് അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണുകയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. ഉടമ്പടി പോലെ ഇങ്ങനെ സർവസ്പർശിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കുന്ന, സർവജനീനമായ എല്ലാ ജനങ്ങളെയും സ്പർശിക്കുന്ന ഒരു പ്രെയർ പ്രോജക്റ്റ്, പ്രാർത്ഥനാ പദ്ധതി, അതാണ് ഉടമ്പടിയുടെ ഒരു തനത് കൃപയെന്ന് പറയുന്നത്. കാരണം എല്ലാ ജനങ്ങളെയും അത് ആപ്ലിക്കബിളാണ്. ഡിവൈഡ് ഓഫ് എനി കാസ്റ്റ് ആൻഡ് ക്രീഡ്, എന്ത് ജാതിയായാലും എന്ത് മതമായാലും മനുഷ്യൻ എന്നുള്ള ആ ഒരു വിഷയത്തിൽ, കോമൺ ഫാക്ടറിൽ ഇത് ഏത് കാലാവസ്ഥയിലും വർക്കിംഗ് കണ്ടീഷനാണ്, വർക്കൗട്ട് ചെയ്യും. അപ്പോഴവർ ഓൾറെഡി ഉടമ്പടി പ്രാബല്യത്തിൽ വരുത്തി അവരതിനെ ക്രാക്ക് ചെയ്ത വിധം കണ്ടുപിടിക്കുക, അതിൽ പ്രവർത്തിച്ച തത്വങ്ങളെ ട്രേസ് ഔട്ട് ചെയ്യുക. അതാണ് ഈ വചന വിചാരണത്തിൻ്റെ അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഉടമ്പടി ധ്യാനത്തിലൂടെ. അപ്പോൾ നിങ്ങൾക്കും ഇന്ന് ഇവിടുന്ന് ട്രേസ് ഔട്ട് ചെയ്തിരുന്ന പ്രിൻസിപ്പിള് നിങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ധ്യാന മണിക്കൂറിലൂടെ ദൈവം നമുക്ക് ഉൾക്കാഴ്ചകൾ നൽകാനും ഉത്ബോധനം നൽകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ഒന്നാമത്തെ സാക്ഷ്യം അലീഷ വർഗീസിൻ്റെ സാക്ഷ്യമാണ്. അതിൻ്റെ ഒപ്പം പഠിക്കാവുന്ന സാക്ഷ്യം മിനി സെലസ്റ്റിൻ ആരുവരെ. ഇനി ഇവർ ഉടമ്പടി ഫസ്റ്റായിട്ട് ഇവർ ചെയ്യുമ്പോൾ ഇവരുടെ ദെൻ റിയാലിറ്റി, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു, അവരുടെ സഫറിങ് സ്റ്റാറ്റസ് എന്തായിരുന്നു. ഇപ്പോൾ മിനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഹസ്ബൻഡിൻ്റെ ശ്വാസകോശ രോഗമാണ്. അതാണ് മിനിയുടെ ഏറ്റവും പ്രയാസപ്പെട്ട ഉടമ്പടിയിലേക്ക് വരാനുള്ള പ്രത്യേകമായ ഒരു സിറ്റുവേഷൻ. അത് മാറാത്ത ഒരു മാരകമായ ഒരു ശ്വാസകോശ രോഗം. അതാണ് മിനിയെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് മിനിയെ അലട്ടുന്ന രണ്ടാമത്തെ കാര്യം, ഹസ്ബൻഡ് മരിച്ചു പോയാൽ പിന്നെ 2 മക്കളുണ്ട്, അവരുടെ ഭാവി എന്താണെന്നുള്ളതാണ് ഒരമ്മയെന്ന രീതിയിൽ രണ്ടാമത്തെ അലട്ടൽ പ്രശ്നം. മൂത്ത മകന് ഓരോരുത്തരും എത്തിയിട്ടില്ല. രണ്ടാമത്തെ മകൻ പഠനത്തിൻ്റെ കാലഘട്ടമാണ്. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എങ്ങനെ ഈ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഒരു ഐഡിയ ഇല്ല. ആശങ്കയുണ്ട്, പക്ഷെ നിലനിൽപ്പിനുള്ളൊരു ആധാരങ്ങളില്ല. ഇതാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ. ഇനി അപ്പം ഒരു 3 ഡീമെറിറ്റ്സ് അവർക്കുള്ളത്. ഇനി നമ്മൾ അലീഷയ്ക്ക് വരുമ്പോൾ അലീഷയുടെ കേസിസ്റ്റ് പറയണത് അവർക്ക് ഇതുപോലെ 3 ഡീമെറിറ്റ്സ് ഉണ്ട്. അവരുടെ ഒന്നാമത്തെ ഡീമെറിറ്റ്സ്, അവരൊരു സ്റ്റുഡൻ്റാണ്, വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റാണ്, ഒരു യുവതിയാണ്.
പലരെയും പോലെ ഈ OET ആണ് അവളുടെ ഒരു കടമ്പ എന്ന് പറയുന്നത്, ചാടിക്കടക്കേണ്ട OET ആണ്. പക്ഷേ ഉള്ള പ്രശ്നം അതിനുള്ള പാങ്ങില്ല. OET അവർ ഒരു സ്കൂളിൽ പിള്ളേരെ OET പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ തന്നെ മാനേജർ, ഹെഡ് മിസ്ട്രസ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്, അലീഷ നിൻ്റെ ലാംഗ്വേജ് വളരെ പുവറാണ്, അതുകൊണ്ട് നീ പരീക്ഷ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. പരീക്ഷയ്ക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപികയെക്കുറിച്ച് അവരുടെ ഹെഡ് മിസ്ട്രസ് പറയുന്ന കമൻ്റാണ്, നീ OET എഴുതാതിരിക്കുന്നതാണ് നല്ലത്, എന്താ കാര്യം നിനക്കില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? 0 ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻ അതാണ്. രണ്ടാമത്തെ അലീഷയുടെ ഒരു വിഷയം എന്ന് പറയണത്, രണ്ടാമത് അവൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയണത്, അപ്പനും അമ്മയും വയസ്സാണ്. അവൾക്ക് 27 വയസ്സുണ്ട്, അപ്പനും അമ്മയും വയസ്സാണ്. അത് നിസ്സാര കാര്യമല്ലല്ലോ. ഇനി അപ്പനും അമ്മയുടെക്കൊന്നും ഒരു വരുമാനം ഉണ്ടാക്കി കുടുംബം നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുടുംബം മുഴുവൻ തൻ്റെ മുതുകത്തിരിക്കുകയാണ്. അപ്പോൾ നിസ്സാര കാര്യമല്ലത്. അവളുടെ മുതുകത്താണ് ഈ കുടുംബം മുഴുവനും, അപ്പനും അമ്മയും, അവരുടെ ചെലവും, ഇവളുടെ ഭാവിയും, ഇവളുടെ വിവാഹം എല്ലാം ഈ 27 വയസ്സുകാരത്തിന് മുമ്പിലിരിക്കുകയാണ്. അവൾക്ക് മുമ്പിലുള്ള കടമ എങ്ങനെയെങ്കിലും വിദേശത്ത് എത്തിച്ചേർന്ന് കടങ്ങളെ പരിഹരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിന് ഭാഷയില്ല. ഭാഷയില്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയം എടുക്കാനും പറ്റത്തില്ല. പക്ഷേ എടുക്കാതിരിക്കാനും പറ്റത്തില്ല, ജീവിക്കണ്ടേ? അതാണ് അവളുടെ പ്രശ്നം. മൂന്നാമത്തെ അവളുടെ പ്രശ്നം എന്ന് പറയുന്നത്, അതായത് OETയുടെ ഒരു പ്രോബ്ലം, നമുക്കൊരു 35% മാർക്ക്, ഇപ്പോൾ 35 പോയിൻ്റ് കിട്ടിയാൽ നമുക്ക് ഒരാളിനെ OETയുടെ എക്സാമിന് ഇരുത്താൻ പറ്റും. പക്ഷേ ഇവൾ പലപ്പോഴും 20 പോയിൻ്റ് ഇവർക്ക് കിട്ടത്തുള്ളൂ. 20 പോയിൻ്റുകാരത്തിൽ മാക്സിമം 25 പോയിൻ്റ് കിട്ടും. അങ്ങനെ ഒരാൾ വെറുതെ കൊണ്ടുപോയി 36,000 രൂപ OETക്ക് കൊണ്ട് മുടക്കിയ ആ ഉള്ള കാശും പോകും. അപ്പോൾ ഓരോ മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അറിയണം. അപ്പോൾ ഇവരുടെ ഒരു 2 പേരുടെയും, ഇപ്പം മിനി വർഗീസിൻ്റെയും മിനി സെലസ്റ്റിൻ്റെയും അലീഷ വർഗീസിൻ്റെയും ഈ ജീവിത അനുഭവങ്ങൾ, ഇവരുടെ സിറ്റുവേഷൻ ഇതാണ്. ഇവർ 2 പേരും ഒരു സിങ്കിങ് മൂഡിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ നിലവിൽ ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല. അവർ തന്നെ അവരുടെ ജീവിതം ജീവിച്ച് തീർക്കണം. ഈ അവസ്ഥയിലാണ് മെൻറ്റർമാർ വരണത്. കവനൻ്റ് മെൻറ്റർമാർ ഒരു വലിയ ഇവാഞ്ചലിസ്റ്റുകളാണ്. നിങ്ങളെപ്പോഴും ഓർക്കണം, ഇവിടെ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളിവിടേക്ക് മാതാവിൻ്റെ തിരുസന്നിധിയെ കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി മെൻറ്റർമാരുണ്ട്. അവരോർത്ത് നമുക്ക് നിങ്ങളെ കവനൻ്റിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും നിങ്ങളോട് കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഉപദേശം നൽകിയ മക്കളെ ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, മഹത്വം, ആരാധന. അതിന് അലീഷ ഉടമ്പടിയിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, അവർ പദ്ധതിയിലേക്ക് ക്രമീകരിച്ച് വെക്കുക, സെറ്റ് ചെയ്ത് വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നെ നമ്മളുടെ ഉടമ്പടി എന്ന് പറയുന്ന ആ ഒരു ദൈവികമായ പദ്ധതിയിലേക്ക് നമ്മുടെ ജീവിതം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജീവിതം ആസ്വദിച്ചാണ് സെറ്റ് ചെയ്യണത്, അല്ല ജീവിതത്തിൻ്റെ ഏതൊരു ഭാഗമല്ല സെറ്റ് ചെയ്യണത്.
ജീവിതം ആസ്വദിച്ച് നിങ്ങളുടെ ജീവിതം ആസറ്റിലേക്ക് ചെയ്തു വരണത് സമ്പൂർണ്ണതയിൽ ആ വ്യക്തിയുടെ എല്ലാ ജീവിതം മനുഷ്യരായിട്ട് മുന്നോട്ട് പോയാൽ ഉടമ്പടി ക്രാക്കാകത്തില്ല. കാര്യം ഇതിനകത്ത് ഉടമ്പടിയുടെ മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്, നിങ്ങൾ ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ, ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ പ്രവർത്തന ജീവിതവും നിങ്ങളുടെ പ്രേക്ഷിത ജീവിതവും 3 ജീവിതമാണ് ഉടമ്പടിക്കുള്ളത്. ഒന്ന് പ്രാർത്ഥനാ ജീവിതം, എല്ലാ വിഷയവും പ്രാർത്ഥന കൊണ്ട് സമീപിക്കുക. അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് വളരെ സെലക്റ്റീവ് പ്രെയർ ഇവിടുന്ന് തരും. സെലക്റ്റീവ് പ്രെയർ, അതായത് ഒരു വിഷയം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു 3 ഫേസിലേക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെലക്റ്റീവ് പ്രെയറാണ് ഇവിടുന്ന് തരണത്. പ്രെയർ ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾക്ക് തരണ ഒന്നാമത്തത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പുഷ്പുള്ളായിട്ട് വർക്ക് ചെയ്യണതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു സാധാരണ പ്രാർത്ഥന നമ്മൾ ചെല്ലണതും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണതും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നതും ഉടമ്പടിയുടെ ദൈവികമായ ലക്ഷ്യവും എല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഉടമ്പടി നൽകിയിരിക്കുന്നത്. അപ്പോൾ 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2 മണിക്ക് പരിശുദ്ധ അമ്മ ഈ ആൾത്താരെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സമയഘടിക നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം. അപ്പോൾ ലോകത്തിലെ ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ വലിയ കാലഘട്ടമാണ് 2004 തൊട്ട് 6 തൊട്ട് 6-ലാണത് പ്രകടമാണ്. അമ്മ പറഞ്ഞ ദുരന്തം ആദ്യമായിട്ടും പ്രകടമാകുന്നത് 2006-ലാണ്. 2004 സുനാമിക്ക് ശേഷം, സുനാമിക്ക് 1 മാസം മുമ്പാണ് ദുരന്തമുണ്ടാകാൻ പോകണമെന്ന് പറഞ്ഞത്. പ്രാർത്ഥിക്കണം. അപ്പോൾ ഡിസംബർ 7 പറഞ്ഞു, 26 സുനാമി ഉണ്ടായി. പിന്നെ സുനാമി കെട്ടടങ്ങിയ ഉടനെ ചിക്കൻ ഗുനിയ ആരംഭിച്ചു. ആൾക്കാരൊക്കെ ഇന്നും മുടഞ്ഞ് നടക്കണുണ്ട് അല്ലേ, കണ്ടില്ലേ? ചിക്കൻ ഗുനിയയുടെ കാലം കഴിഞ്ഞത് 2009-ലാണ് തീരണത്. 2009 തീർന്നു കഴിയുമ്പോൾ ഉടനെ നിപ്പ വൈറസ് സ്റ്റാർട്ട് ചെയ്യും. 2012 വരെ ഉണ്ട് നിപ്പ വൈറസ്. നിപ്പ വൈറസിൻ്റെ കൂടെ പിന്നെ പക്ഷിപ്പനി, അങ്ങനെ ഇപ്പോൾ തക്കാളിപ്പനി, പലതരത്തിലുള്ള പനികളെല്ലാം പിന്നെ പനികളുടെ ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടത്. പനികളെല്ലാം തന്നെ മാരകമായ പനികളായിരുന്നു. കുറച്ച് പേര് ജീവിച്ചിരിക്കുന്നവർ അവരെക്കുറിച്ച് ഓർക്കണമെന്നില്ല, മരിച്ചുപോയ ആൾക്കാരുണ്ട്. ഈ കാലഘട്ടത്തിൽ മരിച്ചുപോയ അനേകം കുടുംബങ്ങളുണ്ട്, അനേകം ഭർത്താക്കന്മാരുണ്ട് മരിച്ചുപോയവർ, അനേകം ഭാര്യമാർ മരിച്ചു പോയിട്ടുണ്ട്, മക്കൾ വരെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മളിപ്പോൾ അവശേഷിക്കുന്നവർ മരിച്ചവരെക്കുറിച്ച് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാലഘട്ടം മരണത്തിൻ്റെ ഒരു വലിയ കാലഘട്ടമാണ്. അതങ്ങനെ വന്ന് ഒരു 2018 മാറണത്, പ്രളയമായി മാറണത്. 18-ലും 19-ലും പ്രളയം വരും. 20-ലേക്ക് വരുമ്പോൾ അത് കോവിഡായിട്ട് ചേഞ്ച് ചെയ്യും. 19 കോവിഡായിട്ട് ഇവിടെ 20-ൽ വരുമ്പോൾ നാട്ടിൽ കോവിഡ് വരും. പിന്നെ 21 വരെ കോവിഡിൻ്റെ കാലഘട്ടമാണ്. കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നെ ഉരുൾപൊട്ടൽ, അതുപോലെയുള്ള കുറച്ച് കാഷ്വാലിറ്റി മാത്രം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദുരന്തങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, കത്തിരുന്ന കൊടുങ്കാറ്റ് ഉൾപ്പെടെയുള്ള പല പല പേരുകൾ, പല പല ചേട്ടത്തിമാരുടെ പേരുകളിൽ കൊടുങ്കാറ്റുകൾ ഇറങ്ങും ഓരോ രീതികളിൽ. അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ഒരു 2004 മുതൽ ഇങ്ങോട്ട് ദുരന്തങ്ങളുടെയും മനുഷ്യരാശി ഇതിൻ്റെ ഭാഗമായിട്ട് 2012 വന്നപ്പോൾ 92 മുതൽ ഇതിൻ്റെ ഒരു ലാഞ്ചനം ഉണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ ഭൗമ ഉച്ചകോടിക്ക് പിന്നീട് അന്ന് മുതൽ ക്ലൈമറ്റ് ചേഞ്ച് എന്നും പറഞ്ഞ് ആഗോള വ്യാപകമായ രീതിയിലുള്ള ദുരന്തം വിതച്ചിട്ടുണ്ട്.
ക്ലൈമറ്റ് ചേഞ്ച് ആരുടെ കയ്യിൽ നിൽക്കണില്ല. അതിൽ എൽ നീനോയിലേക്കാണ് പോകുന്നു. എൽ നീനോ മേഘങ്ങളും എൽ നീനോ കാലാവസ്ഥകളും കൂമ്പാര മേഘങ്ങളും അതുപോലെ തന്നെ കൂമ്പാര മേഘങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. സീസണെല്ലാം പോയിരിക്കുകയാണ്. ഇപ്പോൾ സീസൺ പോയി, കൃഷികളെല്ലാം പോയി, അല്ലേ? സീസണെല്ലാം പോയി. നമ്മുടെ സീസണ് പണ്ട് നമുക്ക് ജൂൺ എന്ന് പറയുമ്പോൾ മെയ് 31 എന്ന് പറയുമ്പോൾ തന്നെ മൺസൂൺ മേഘം വന്നു. ജൂൺ ജൂലൈ എന്ന് പറയുമ്പോൾ തന്നെ വർഷം തീർന്നു. തുലാപ്പത്താകുമ്പോൾ പ്ലാവിൻ്റെ ചുവട്ടിലും കിടക്കാം. ഇപ്പോൾ തുലാപ്പത്താകുമ്പോഴാണ് ഇപ്പോൾ കർക്കിടകം തുടങ്ങണത്. പക്ഷേ ക്ലൈമറ്റ് ആപ്പാട് ചേഞ്ചായി. മഴ ഏത് സമയത്തും വരാം. എവിടെ നോക്കിയാലും കൂമ്പാര മേഘങ്ങൾ കാണാം. ഇങ്ങനെ മേഘങ്ങളിങ്ങനെ കൂമ്പാരമായിട്ട് ഇങ്ങനെ നിൽക്കണ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ചൂട് പിടിച്ച് ഒരു കടലിൻ്റെ ഒരു ഭാഗമോ കായലിൻ്റെ ഒരു ഭാഗമോ ഈ ഭൂമധ്യരേഖയുടെ ആ സ്ഥലത്തെന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായ രീതി ഹീറ്റായിട്ട് അത് വെള്ളം മേഘമായിട്ട് നേരെ മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയിട്ട് അത് മഴയായി പെയ്തിറങ്ങി താഴേക്ക് വരുമ്പോൾ തന്നെ ആ പഴയ ചൂട് വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ്. അത് കാരണം ഈ മഴയും പിന്നീട് ആവിയായി മേഘമായിട്ട് പോകുമ്പോഴാണ് കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുന്നത്. കൂമ്പാര മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ സഖ്യപർവ്വതം പോലെയുള്ള വലിയ മേഘങ്ങൾ, പർവ്വതം പോലെയുള്ള പർവ്വത മേഘങ്ങളാണ്. ഈ പർവ്വത മേഘങ്ങളുടെ സഞ്ചാരം ആണ് പിന്നീട് അതായത് ഒരു മഴയ്ക്ക് പ്രത്യേക പേരുണ്ടല്ലോ, ആ മേഘസ്ഫോടനം. അതാണ് കൂമ്പാരമേഘങ്ങളുടെ മേഘസ്ഫോടനം. മേഘസ്ഫോടനം എന്ന് പറയുമ്പോൾ ഒരു വലിയ തടാകം, തലക്ക് മുകളിൽ തടാകം നിന്നിട്ട് തടാകം തട്ടപ്പാടെ വന്ന് തലയിൽ വീഴുക. അത് ഒരു മാസമൊക്കെ നിന്ന് പെയ്യുമ്പോഴാണ് അണക്കെട്ട് പൊട്ടണത്, ഉരുൾപൊട്ടണത്. കൂമ്പാരമേഘങ്ങൾ പണ്ടില്ലായിരുന്നു. കൃപാസന അമ്മയാണിത് പറയണത്. ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറയണത്. കാലാവസ്ഥ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥകൾ. ഏത് സമയത്തും മഴ വരാം. മഴ ഇന്ന സീസണില്ല. കാലാവസ്ഥ ഇല്ലാത്ത രീതിയിൽ മഴകൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും വെള്ളം നനഞ്ഞും മുങ്ങിയും തുറന്നും ജീവിക്കുക. അതിൻ്റെ പേരിൽ പുതിയ ദുഷ്ടജന്തുക്കൾ, ഹിംസ്ര ജന്തുക്കളൊക്കെ ഉണ്ടാകുക. അൺസീസണായത് കാരണം, ക്ലൈമറ്റ് ചേഞ്ചുള്ള കാരണം പല കർഷകർക്ക് വിളയിറക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ജനത്തിന് കാർഷിക മേഖല തകരുന്നു, ജനം പട്ടിണിയിലാകുന്നു. അങ്ങനെ പല തരത്തിലുള്ള ദുരന്തമുണ്ട്. ഈ മഹാവിഷയത്തെ ലോകത്തിൽ ആദ്യമായിട്ടും സഭയോട് പറയണത് കൃപാസനം മാതാവാണ്. അതാണ് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചരിത്രത്തോട് ചിന്തിക്കുമ്പോൾ അമ്മ 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഇതുപോലെ ആരാധന സമയത്താണ് പുറകിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ നിൽക്കണ പോലെ ഞാൻ കണ്ടിട്ട് തിരിഞ്ഞു നോക്കുക, മനസ്സിൽ തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി മാതാവ് നിൽക്കണത്, പറയണത് ദുരന്തമുണ്ടാകാൻ പോകുന്നു. ആ ദുരന്തത്തിലാണ് എല്ലാം ഉള്ളത്. പ്രാർത്ഥിക്കണം. കാര്യം ശാസ്ത്രം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൂമ്പാരമേഘങ്ങളുണ്ടായ ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശാസ്ത്രത്തിന് വല്ല മുറിയിലൊക്കെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ബേസിലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ മനുഷ്യരാശി നേരിടുന്ന വലിയ വിഷയങ്ങളെ മുമ്പിൽ സയൻസ് പകച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ചിലരോട് പറയും മരം വെച്ച് പിടിപ്പിക്കാൻ പറയും, ചിലരോട് പറയും മരം വെച്ചതാണ് മഴ മാറാത്തതെന്ന് പറയും. കൺഫ്യൂഷൻ ആകപ്പാടെ, മൊത്തം കൺഫ്യൂഷനാണ് പറയണത്. അപ്പം മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണ് ഇതൊരു പ്രാർത്ഥിക്കേണ്ട സബ്ജക്റ്റായിട്ട് മാറണത്. അപ്പം ഇനി ഈ പ്രാർത്ഥന ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ഉള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഉടമ്പടി വരണത്. ഉടമ്പടിയാകുമ്പോൾ ഉടമ്പടിക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയണത് ദൈവത്തിന് നമ്മൾ മറ്റെല്ലാ പ്രാർത്ഥനകൾക്കുള്ള പ്രത്യേകത, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവം കേട്ടെങ്കിൽ കേട്ട്, കേട്ടില്ലേ കേട്ടില്ല. അംബിഗസാണ്, ഹൈപ്പോത്തസിസാണ്, ഒരു നിർബന്ധവുമില്ല കേൾക്കണമെന്ന്. പക്ഷെ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ഉടനെ വ്യക്തിക്ക് ദൈവം
വ്യക്തിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉടമ്പടി വ്യക്തിയെ ആദ്യം തന്നെ റീഫോർമാറ്റ് ചെയ്യും. നിർബന്ധപൂർവമുള്ള റീഫോർമാറ്റ് എന്നുവെച്ചാൽ ഇതിൻ്റെ ഉടമ്പടി ലക്ഷ്യം ദൈവം ഇപ്പം തന്നെ അലീഷായും മിനിയും പറയുന്ന കോമൺ ഫാക്ടറുണ്ട്. അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി ചെയ്തപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഭർത്താവിൻ്റെ മാരകമായ ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും പെട്ടെന്ന് മകന് ജോലി കിട്ടിയതും ഇളയ മകൻ പഠിച്ച് കയറിയതും എങ്ങനെയാണെന്ന് മിനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അലീഷ പറയുന്നത്, എൻ്റെ അപ്പനമ്മയും പ്രായമാണ്, എനിക്ക് 27 വയസ്സാണ്, എനിക്ക് ഭാഷ അറിയാൻ പാടില്ല, എന്നോട് എൻ്റെ മാനേജർ തന്നെ പറഞ്ഞു, പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞു എഴുതണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാണ് അവൾ എഴുതിയത്, അവൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത്, എങ്ങനെ എഴുതിയപ്പോൾ അവൾ ഒറ്റയടിക്ക് ജയിച്ചത്? കാര്യം ഭാഷ അറിയുന്നവർ പോലും 10 പ്രാവശ്യം പോയിട്ട് എഴുതുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഭാഷ അറിയാത്ത പലരും എഴുതണ്ടെന്ന് പറഞ്ഞത് പൈസ പോകുമെന്ന് പറഞ്ഞിട്ട് അലീഷ ഒറ്റ എഴുത്തിന് എങ്ങനെ എഴുതിയെന്ന് അലീഷ പറയുന്നുണ്ട്. അതായത് എഴുതാൻ പോയിട്ട് ഞാൻ അമ്മയെ മാത്രം കണ്ടുകൊണ്ട് ഞാൻ എഴുതാൻ പോയി, വേറെ ആരും ഒന്നും നോക്കിയില്ല. എനിക്ക് എന്നെക്കുറിച്ചറിയാം, ഞാനൊരു ബിഗ് സീറോയാണ്, പക്ഷേ ഞാൻ അമ്മയെ മാത്രം കണ്ടു. ഉടമ്പടിയിലാകുമ്പോഴുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയല്ല, ബൈ പേഴ്സൺ ആയിട്ട് പ്രസൻ്റ് ആകും. ഇത് ആണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ദൈവം ഇതിൻ്റെ അകത്ത് ബൈ പേഴ്സൺ പ്രസൻ്റാണ്. അതാണ് അലീഷ പറയണത്. ഞാൻ സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല, ഞാൻ വാപൊളിക്കാൻ എനിക്ക് പേടിയാണ്. എന്താ കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ ഷട്ട് ഡൗൺ ആയിപ്പോകും, കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആ പോലെ മിണ്ടാതിരിക്കും. പക്ഷേ ഞാൻ സ്പീക്കിങ്ങിന് പോയി നിന്നപ്പോഴേ പൊളിച്ചത് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ. പിന്നെ ആരോ ഇരുന്നുകൊണ്ട് അത് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ നിർത്താൻ പറയണവരെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്നു. ആരോ ഒരാൾ പിന്നെ ഞാൻ എഴുതാൻ നേരത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 3 വരി എഴുതിയപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അമ്മ പറഞ്ഞു, റോങ് സ്റ്റോപ്പ് റൈറ്റിംഗ്. ഉള്ളിൽ ഇരുന്നുകൊണ്ട് പറയണേ, നീ എഴുതാൻ ഒക്കെ തെറ്റാണ്, നീ ഒന്ന് റീഡ് ചെയ്തേ, ഒന്ന് എഴുതി വായിച്ച്. അപ്പം ഞാൻ 2ാമത് എടുത്ത് വെച്ച് വായിച്ചപ്പോൾ ഞാൻ ഇത് വേറെ രീതിയിൽ എഴുതിയാൽ ശരിയാകുമല്ലോ എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു. ഞാൻ ആ രീതിയിൽ മൊത്തം എഴുതിയെന്ന് പറയും. അപ്പോൾ എല്ലാം ആരോ പറഞ്ഞു തരുന്നു, ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ എഴുതുന്നു, ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് പറയുന്നു. അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി ഉടമ്പടിയിലേക്ക് കടന്നു വരികയും ഈ വ്യക്തിയാണ് നിങ്ങൾ ഉടമ്പടിയെ, അതായത് ഉടമ്പടി എടുക്കുന്ന ആൾ എപ്പോഴും ഓർക്കേണ്ട ഇതാണ്, ഉടമ്പടി നിങ്ങളുടെ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളുടെ ഡ്യൂപ്പ് വരും. അതാണ് വിഷയം. ഈ സിനിമയിലൊക്കെ ഡ്യൂപ്പ് വരത്തില്ലേ, അതായത് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഫിലിം സ്റ്റാറിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ആ ഹെയർ സ്റ്റൈൽ കറക്റ്റാക്കിയിട്ട് ആ ഡ്യൂപ്പാണ് അതെല്ലാം ചെയ്യണം. അയാളുടെ എക്സ്പെർട്ടാണ് അതിൻ്റെ അകത്ത്. ഇതിനിടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഇയാളുടെ ഫേസ് ഇങ്ങനെ സ്റ്റാറിൻ്റെ ഫേസ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. പക്ഷേ അഭ്യാസവും അടിതള പറക്കലും ചവിട്ടലും ഒക്കെ വരെ നടത്തുന്ന എല്ലാം ഡ്യൂപ്പായിരിക്കും, എക്സ്പെർട്ടായിരിക്കും. ഇതുപോലെ ഉടമ്പടിയിൽ ഒരു ഡ്യൂപ്പുണ്ട് എപ്പോഴും, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇവർ മാത്രമല്ല, സാക്ഷ്യം പെർഫെക്റ്റ് ഉടമ്പടിയിൽ എല്ലാവരും തന്നെ പ്രസൻസ് പറയുന്നുണ്ട്. എല്ലാവരും തന്നെ പറയും. ഒരാളുണ്ടായിരുന്നു ഇപ്പം തന്നെ നേരത്തെ ഒരു സ്വാതികൃഷ്ണ എന്ന് പറഞ്ഞ സാക്ഷ്യം, ഇന്നലെ സ്വാതികൃഷ്ണയുടെ സാക്ഷ്യം ഉണ്ടായി. സ്വാതികൃഷ്ണ ഇതുപോലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ്. സ്വാതികൃഷ്ണയ്ക്ക് ഒത്തിരി സാമ്പത്തിക പ്രോബ്ലമാണ്. കാര്യം വെച്ചാൽ അവൾക്ക് വിദേശത്ത് പോയി പഠിക്കണം, പക്ഷേ സ്ഥലമില്ല. പിന്നെ ഉള്ള സ്ഥലം 3 സെൻറ്റാണ്. അത് വീടും സ്ഥലവും കൂടി കൊടുത്താൽ 3 ലക്ഷം രൂപയെ സൊസൈറ്റി ബാങ്കിൽ നിന്ന് കിട്ടത്തുള്ളൂ. പക്ഷേ സ്വാതികൃഷ്ണയുടെ ഒരു അവസ്ഥ എന്ന് പറയണത് ഇതുപോലെ തന്നെയാണ്. അതായത് മാതാപിതാക്കന്മാർ സിക്കോ മറ്റേയാണ്, അവൾക്കിത് പറ്റാത്ത ഒരു ജോലിയാണ്. പക്ഷേ ഇത് അല്ലാതെ വേറെ ഒരു കാര്യം അവർക്കില്ല. അപ്പം അങ്ങനെ സാമ്പത്തികമായ തകർച്ചയാണ്.
അപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ സ്വതികൃഷ്ണ പറയുന്നത്, ഞാനും എൻ്റെ അമ്മയും കൂടി ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ ഒരു 5 പൈസ മുമ്പിൽ കാണുന്നില്ലല്ലോ, 5 പൈസയുടെ ഒരു വരുമാന മാർഗവും കാണുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ വെളുപ്പിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്ന എൻ്റെ മുറിയിലോട്ട് വരുന്ന. അതാണ് പേഴ്സൺ പറഞ്ഞ കണ്ടില്ലേ. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മേ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അവളുടെ മനസ്സിൽ തോന്നി, നീ വെളുപ്പിനെ അടഞ്ഞു കിടക്കുന്ന വാതിലല്ലേ, വാതിൽ തുറക്കാൻ പറഞ്ഞു. ഉടനെ സ്വാതി വന്ന് പ്രാർത്ഥനയിൽ വാതിൽ തുറക്കുമ്പോൾ ഈ സ്മെല്ല് വല്ലാണ്ട് അങ്ങോട്ട് മുറിയിലോട്ട് കയറി വരും. അപ്പം അമ്മ കയറി വരണതാണ് അതായത്. ഇത് ഇങ്ങനെ അതായത് ഈ പ്രസൻസ് നിങ്ങൾ ഉടമ്പടി ശരിക്കും ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രസൻസ് ഫീൽ ചെയ്യേണ്ടതാണ്. കാര്യം ഉടമ്പടിയുടെ പാക്കേജിലുള്ളതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. വാഗ്ദാന പേടകത്തിൻ്റെയൊക്കെ കോൺസെപ്റ്റ് അതാണ്. വാഗ്ദാന പേടകത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പാലിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വാഗ്ദാന പേടകമായിട്ട് കൺവേർട്ട് ചെയ്യും. ആർക്ക് ഓഫ് ദി കവനൻ്റ്, ദൈവം നിങ്ങളിൽ വസിക്കും. ഈ ദൈവം നിങ്ങളിൽ വസിക്കുന്ന അനുസരിച്ചാണ് ഇതുപോലെ നമ്മൾക്ക് വ്യക്തികളെ കാണാൻ കഴിയണതും, നമ്മൾ തന്നെ ചെല്ലുന്ന ഇടങ്ങളിൽ നമുക്ക് ഉടനെ സഹായങ്ങൾ ലഭിക്കണതും. ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും മറ്റ് പ്രാർത്ഥനാ രൂപങ്ങൾക്ക് ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഈ പ്രസൻസാണ്. പക്ഷെ പ്രസൻസിന് എപ്പോഴും വേണ്ടത്, ഇപ്പോൾ സ്വാതിയുടെ കുറച്ച് ഉടമ്പടി മുന്നോട്ട് പോകുമ്പോൾ സ്വാതിയുടെ അമ്മ പറയും, നിനക്ക് വിസ ഇപ്പോഴും വരണില്ലല്ലോ. വിസ വരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. വിസ വരുന്നതിന് മുമ്പ് സ്വാതി അത് വരാത്ത കാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വാതിയുടെ പ്രശ്നം പണമാണ്. പണം കിട്ടാനുള്ള മാർഗവും ഇല്ല, അതിനെ ചിന്തിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല. പണത്തെക്കുറിച്ച് നമുക്ക് ഇന്നയാൾ തരും ഇന്ന സ്ഥലത്ത് നിന്ന് ചോദിക്കാമെന്നൊക്കെ നമുക്കൊരു ഐഡിയ ഇല്ലേ. പണത്തെക്കുറിച്ച് സ്വാതിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള ഒരു ആശയം പോലും ഇല്ല. അതാണ് സീറോ മൈനസ് എന്ന് പറയണത്. പിന്നെ ആകെപ്പാടെയുള്ള അവലംബം എന്ന് പറയണത് അമ്മയാണ്. ഉടമ്പടി വഴി അമ്മയുമായിട്ടുള്ള റിലേഷനാണ്. ആ റിലേഷൻ അവൾ മര്യാദയ്ക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കീപ്പ് ചെയ്തിട്ട് അവൾ ഒരു നിവൃത്തി ഇല്ലാതിരിക്കുന്ന സമയത്ത് അവൾ ഇവിടെ വന്നിരുന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ അവൾക്ക് ഉടനെ വേണ്ടത് 2 ലക്ഷം രൂപയാണ്. ഉടനെ അവളുടെ മടിയിലോട്ട് നോക്കുമ്പോൾ 2 രൂപയുടെ തുട്ട് കിടക്കും. ആരിട്ടെന്ന് ആർക്കും അറിയത്തില്ല. 2 രൂപയുടെ തുട്ട് മടി കിടക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രസമാണ്. എന്നുവെച്ചാൽ നമ്മൾ പറയുന്നൊരു ആംഗിളിലല്ല ഉടമ്പടി പോണത്. ഇത് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷനാണ്. അപ്പോൾ സ്വാതിക്ക് ഉടനെ മനസ്സിൽ തോന്നും, ഈ 2 രൂപ ആരാകൻ്റെ മടി കൊണ്ടുവന്ന് ഇട്ടത്. അപ്പോൾ അവൾ 2 രൂപ എടുത്തിട്ട് ടോസ് ഇടും. എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ഗതിയും പരഗതിയും ഇല്ല, 5 പൈസ കിട്ടാനും തരവില്ല, ആരോട് ചോദിക്കുന്നുള്ളൊരു ഐഡിയയും ഇല്ല, ഞാനിങ്ങനെ ഒരു ബിഗ് സീറോ അല്ലേ, അമ്മേ സത്യം പറ, ഞാൻ പോകുക ഇല്ലയോ എന്നിട്ട് പറഞ്ഞിട്ട് ടോസിട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ മാതാവ് നീ പോകുമെന്ന് പറയും. അതാണ് ടോസ് വീഴും. അപ്പോൾ അതും പിടിച്ചോണ്ട് അവളിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഉടനെ അവളുടെ ആൻറ്റി വിളിക്കും. ആൻറ്റി വിളിച്ചിട്ട് ഈ 2 ലക്ഷം രൂപ അവൾക്ക് ക്രമീകരിച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ ഈ പൈസ അവളുടെ കയ്യിൽ നിന്ന് കാണാതെ പോകും. അത് ഇത് ഭയങ്കര രസം. ആ സാക്ഷി ഇന്നാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി. എങ്ങനെയാണ് വളരെ കോൺക്രീറ്റ് ടാൻജിബിളായിട്ട് നമ്മളോട് ദൈവം ഇങ്ങനെ മെറ്റീരിയലായിട്ട് ഇടപെടുന്നത്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഫീച്ചറിലൊന്നാണ് മെറ്റീരിയലായിട്ട് നമ്മളോട്
ഇടപെടുന്നത്, മെറ്റീരിയൽ എവിഡൻസോടുകൂടി. അങ്ങനെ ഒരു സ്പിരിച്വൽ എവിഡൻസിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് മെറ്റീരിയൽ എവിഡൻസ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉടമ്പടിയിലെ ലാസ്റ്റ് ഭാഗങ്ങളെല്ലാം സഞ്ചരിക്കുന്നത്. ദൈവം നമ്മളുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ടക്കിംഗ് ഓഫ് ദി കവനൻ്റ് ഉണ്ട്. ഇവിടെ ഉടമ്പടി എവിടെയെങ്കിലും പോയി ഇടിച്ച് നിൽക്കാം. അത് രണ്ടുപേർക്കും കോമൺ ഫാക്ടറാണ്. മിനിക്കും അതുപോലെ തന്നെ അലിഷയ്ക്കും ഇവർ ഈ ഉടമ്പടി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് ഡെഡ് എൻഡായിട്ട് ഇങ്ങനെ ഇടിച്ച് നിൽക്കാം. പിന്നെ ഫർദർ നോ മോർ ബിയോണ്ട് എന്നും പറഞ്ഞ ഒരു സിറ്റുവേഷൻസ് വരും ഉടമ്പടിയിൽ. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ഫാക്ട് വർക്ക് ചെയ്യണത്, ഇപ്പം മിനിയുടെ കാര്യത്തിലും ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് കണ്ടീഷൻ അല്ല. ഭർത്താവ് സുഖപ്പെട്ടു, ആ മാരകമായ ശ്വാസകോശ രോഗിയായിരുന്ന ആൾ സുഖപ്പെട്ടു. പിന്നെ മക്കളുടെ കാര്യം വരുമ്പോൾ ഉടമ്പടി ഇടിച്ച് നിൽക്കാം. നോ മോർ ബിയോണ്ട് എന്നും പറഞ്ഞ് ഇടിച്ച് നിൽക്കാം. ഉടക്കി നിൽക്കേ, ഉടമ്പടിയിൽ ഉടക്കെന്ന് പറയും. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളൊക്കെ എപ്പം ഉപയോഗിക്കുന്ന വാക്കാണ് ഉടക്ക്. വല വിട്ട് കഴിഞ്ഞാൽ പാറ കുടുങ്ങി നിൽക്കും, പിന്നെ വലിച്ചാൽ വരത്തില്ല. വരികയാണെങ്കിൽ മോശമായിട്ട് വലിക്കുകയാണെങ്കിൽ വല കീറിയും പോകും, ഉള്ള മീനും കൂടി പോകും. അങ്ങനെ ഉടക്കെന്ന് പറയണത്. ഉടമ്പടിയിൽ ഉടക്കുണ്ട്. ഉടക്കെന്ന് പറയുമ്പോൾ ഈ ഇവരുടെ രണ്ടുപേരും മിനിയുടെയും അലീഷയുടെയും ഉടമ്പടി ഉടക്ക് സെയിമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഏജൻറ്റ് വന്നിട്ട് പറയും, ഇപ്പോൾ അലീഷയുടെ അമ്മയാണ് പറയണത്, എന്തുകൊണ്ടാണ് നിനക്ക് ഫർദർ ആയിട്ടുള്ള വീണ്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം നീ ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാത്ത കൊണ്ടാണ്. അതാണ് സംഭവം. എല്ലാവർക്കും ഉടമ്പടി ഉടക്ക് വരുന്നതിൻ്റെ മെയിൻ സംഭവം ഉടമ്പടി ഉടക്ക്. ഇപ്പോൾ മിനിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. മകൻ്റെ കാര്യത്തിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ മൂവ്മെൻ്റ് ഉണ്ടാകാതെ വരുമ്പോൾ മിനി സ്വയമായിട്ട് തന്നെ എക്വിപ്ഡ് ആയത് കാരണം അവൾ തിരിച്ചറിയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്തത് കൊണ്ടാണെന്ന്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും. പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തി എന്ന് രോഗികളെ കാണുന്നത്. കാരുണ്യ പ്രവൃത്തിക്ക് പകരം പ്രേക്ഷിത പ്രവൃത്തി ആകത്തില്ല. പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിനെ അറിയാത്തവരെ അറിയിക്കുന്നത്. അതിനാണ് ഈ പത്രം കൊടുക്കണമെന്ന് പറയണത്. പത്രം കൊടുക്കുമ്പോൾ എന്ന് പറയണത്, പത്രം കൊടുക്കുമ്പോൾ അവർ ചെയ്യണത്, ചിലരിങ്ങനെ പത്രം കൂളായിട്ട് കൊടുത്തിട്ട് പോരും. ചിലർ പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയും, മാതാവിനെക്കുറിച്ച് പറയും. സ്വാതി പറയണത് ഈ ഉടമ്പടിയിൽ പുഷ് പുള്ളെന്ന് പറഞ്ഞ് വേറെ ഒരു പ്രക്രിയ കാണുന്നുണ്ട്. പുഷ് പുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൽപ്രവർത്തികളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉടമ്പടി പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഉടമ്പടിയെ പുറകിൽ തള്ളി മുമ്പോട്ട് കൊണ്ടുപോകണതാണ്. ഈ മുമ്പിൽ നിന്ന് വലിക്കണ ഒരു പരിപാടിയുണ്ട്. മുമ്പിൽ നിന്ന് വലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രയോജനമുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ ഉടമ്പടിയെ മൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഇവളെന്താ പറയണത്, സ്വാതി എന്താ പറയണത്? സ്വാതി പറയണത്, കർത്താവേ, സ്വാതിയുടെ പ്രാർത്ഥനകൾ അവസാന കാലമാകുമ്പോൾ ഉടമ്പടി ക്രാക്കിംഗ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ സ്വാതി അപ്പം പ്രാർത്ഥിക്കണേ, കർത്താവേ, എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് പറയണത്. ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിക്ക് ഇന്നത് സംഭവിച്ചു, രോഗം ഇങ്ങനെ സുഖപ്പെട്ടു, ജോലി അങ്ങനെ കിട്ടിയെന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ പരിചയപ്പെടുത്തുന്നത്. ഈശോ, ഞാൻ നിന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് നിന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ എനിക്ക് നീ സ്വന്തം അനുഭവങ്ങൾ തരണമെന്ന് പറയും. അവിടെ വിഷയം അതാണ്. ഇവർ പറഞ്ഞത് ഇവരുടെ നിയോഗം നിറവേറ്റാനാണ് പറയണത്. പക്ഷെ പറയണ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയും ഭർത്താവിൻ്റെ കുടി മാറണേ ഈ ജന്മം മാറത്തില്ല. കാര്യം അത് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രെയർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി, അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നിങ്ങളാണ്, ദൈവമല്ല. നിങ്ങളുടെ കുടി മാറിയിട്ട് കർത്താവിന് എന്ത് കിട്ടാനാണ്? നിങ്ങളുടെ കുടി മാറിയാൽ അത്രയും കാശ് വീട്ടിൽ കിട്ടും, അത്രയും കാശ് കൂടി നിങ്ങൾക്ക് സാരി വാങ്ങിക്കാവുന്നല്ലാതെ ദൈവത്തിന് എന്താ പ്രയോജനം? അപ്പോൾ പ്രാർത്ഥന റീഡിസൈൻ ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു എൻജിനീയറിങ്, കവനൻ്റ് എൻജിനീയറിങ് എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥനയാണിത്. എന്നുവെച്ചാൽ ഇപ്പോൾ സ്വാതി പറയണത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിന്നെ കൺവേ ചെയ്യണം. പക്ഷേ ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് പറയണത് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തരണം, അപ്പോൾ എനിക്ക് ഈസി ആയിരിക്കും. അതാണ്
പുള്ളെന്ന് പറയണത്. പുഷ് മാത്രമല്ല, പുള്ളിയെ മുമ്പോട്ട്. കാര്യം ദൈവത്തിന് പ്രയോജനമുള്ള കണ്ടൻ്റ് ആകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സ്പീഡ് കൂടും, ഇതിൻ്റെ വേഗം കൂടും, ഉടമ്പടിയുടെ വേഗം കൂടും. ടേക്ക് ദി ബേർഡ് ഓഫ് ഗോഡ്. ഹബക്കൂക്ക് 3:19. ഹബക്കൂക്ക് 3:19. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഉന്നതങ്ങളിലേക്ക് അവിടെ നിന്ന് നടത്തുന്ന, മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഈ മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കുന്നത് എങ്ങനെയാണ്? അവിടുന്ന് എൻ്റെ പറഞ്ഞേ, അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. അപ്പൊ നമ്മുടെ ജീവിതയാത്രയെ സ്പീഡപ്പ് ചെയ്യുന്നത് ആരാണ്? ദൈവമാണ്, നമ്മളല്ല. നമ്മളെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. അപ്പൊ ദൈവമാണ് വേഗത നൽകണത്. അപ്പൊ ദൈവം വേഗത നൽകണമെങ്കിൽ സ്പീഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങളായി ഉടമ്പടി മാറണം. നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഉടമ്പടി ഇട്ടിരിക്കുന്നത്. നിയോഗങ്ങളില്ല, 6 നിയോഗങ്ങളെല്ലാം നമുക്ക് പ്രാധാന്യമുള്ളതാണ്. നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എഴുതിയിടുകയും ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല. ഇപ്പം അലീഷയുടെ ഒരു പ്രശ്നം, അലീഷയുടെ അമ്മ പറയും, നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചെന്നല്ലാതെ നീ ഒരു കാരുണ്യപ്രവൃത്തിയോ ഒരു രോഗിനെ പോയി കാണുകയോ ഒരു കാരുണ്യപ്രവൃത്തികളോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അമ്മ പറയും. അപ്പോൾ ഇവൾ ഉടനെ പറയണത്, നമുക്ക് കാശുണ്ടാമേ ഇതൊക്കെ ചെയ്യാൻ. കാരുണ്യപ്രവൃത്തിക്ക് ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും എന്തിനും വാങ്ങിച്ചൊക്കെ കൊടുക്കണ്ടേ രോഗികൾക്ക്? അതിന് കാശ് വേണ്ടേ? നമുക്ക് ഇവിടെ നിന്നാണ് കാശ്? കാലണയില്ലാത്തവർ എന്ത് കാരുണ്യപ്രവൃത്തി ചെയ്യാനാണെന്ന് ചോദിക്കും. പക്ഷെ ആ ചോദ്യത്തോടുകൂടി മാതാവ് ഇവൾക്ക് മനസ്സിൽ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോം മനസ്സിൽ കാണിക്കും. ഇപ്പോൾ ഇവൾ നടന്ന് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകും. വിസ ബ്ലോക്ക് ചെയ്തിരിക്കണമല്ല, വിസ ബ്ലോക്ക് ചെയ്ത് ഉടമ്പടി ഉടക്കായി കിടക്കുകയാണ്. പക്ഷെ അമ്മ ആ ഉടക്ക് നിവർത്താൻ വേണ്ടി പറയുകയാണ്, കാരുണ്യപ്രവൃത്തി ചെയ്യണില്ല, അതുകൊണ്ടാണ് ഉടക്കി കിടക്കണമെന്ന് പറയും. അപ്പോൾ ഇവൾക്ക് കാര്യം മനസ്സിലാവും. ഇവൾ നടന്ന് ഒരു ആതുരാലയത്തിൽ പോകും. അവൾ പറയണത്, ഞാൻ ഒന്നും ചെയ്തില്ല. അവിടെ പോയി ആതുരാലയത്തിലുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഒക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായി. മകൾ ഇനിയും വരണമെന്ന് പറഞ്ഞു. കാര്യം ഒറ്റപ്പെടൻ്റെ അനുഭവം അനുഭവിക്കുകയാണ്. ആരും ഹൃദ്യമായി സംസാരിക്കാനില്ല. വന്നവർ വായിക്കുറെ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആൾക്കാരെ കണ്ടതുങ്ങളൊക്കെയാണ്. ഒരു വണ്ടിക്ക് വന്ന് ഇറങ്ങും അല്ലേ? ആരാധനാലയത്തൊക്കെ ചെയ്യണം. അങ്ങനെ അല്ല, ഈ ഓർഫണയിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം, എവിടെയും കല്യാണം കഴിച്ച് ബാക്കി വന്നെ കുറേ ബിരിയാണിയും കൊണ്ട് ഒരു ടെമ്പോയിൽ ചെല്ലും. കുറേ അവന്മാർ പകുതി കുടിച്ച് കാണും, പകുതി കുടിക്കാത്തവന്മാരുണ്ട്, മദ്യപാനികളുണ്ടാകും. ഇങ്ങനെ കുറേ ആഭാസന്മാരുടെ ഒരു ക്രിയപോക്ക്. ബാക്കി ചോറ് വെട്ടിമൂടുന്നതിന് പകരം അനാഥാരത്തെ കൊണ്ട് വെട്ടിമൂടും, എന്നാൽ അവർക്ക് കൊണ്ടേ കൊടുക്കും. അപ്പോൾ അവർ അങ്ങനെയല്ല, അവരോടൊരു വാക്ക് സംസാരിക്കുകയോ അതൊന്നും പ്രേക്ഷിത പ്രവർത്തനമല്ല. ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്തു വെക്കാം, എങ്ങനെയും ചെയ്ത് വെക്കണമല്ല വിഷയം. അതിൻ്റെ പിന്നിലുള്ള എല്ലാം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് വേണ്ടത്. ഉടമ്പടിയിൽ നമുക്ക് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ ചേതോ വികാരം, ചൈതന്യവത്തായ ആ ഉപവിപ്രവർത്തനത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ കല്യാണത്തിന് കുറേ ബിരിയാണി ബാക്കി വന്ന് കുറേ അണ്ണന്മാർ അതിൻ്റെ സ്മോൾ എടുത്തിട്ട് അവിടെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഈ ചെരുവം കണ്ട് ഇറക്കി വെച്ച് ഞങ്ങൾക്ക് പോകണമെന്ന് പറയും. ഇതല്ലേ പറയണത്? ഇതൊന്നും പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല. അതൊരു ആധ്യാത്മിക കുറ്റകൃത്യമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ആധ്യാത്മികമായിട്ടുള്ള ആൾക്കാർ, ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതിന് പരമ്പരാഗതമായ ഈ പ്രവർത്തനങ്ങളെ ഇന്ന് വോട്ട് പിടിക്കാനും പാർട്ടി വളർത്താനും വേണ്ടി ആൾക്കാർ പൊതിച്ചോറ് കൊടുക്കുന്ന കാലമാണിത്. അതല്ല സഭയുടെ ലക്ഷ്യം. സഭയ്ക്ക് ഇതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ളവരാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത മനുഷ്യനോടുള്ള ജീവനോടുള്ള ബഹുമാനത്തിൻ്റെ കാരുണ്യപ്രവൃത്തിയും കരുതലും ചേർത്ത് പിടിക്കലുമാണത്. അത് ആ ചേർത്ത് പിടിക്കൽ സംഭവിക്കുന്നത് ആധ്യാത്മികമായ ദൈവികമായ ലക്ഷ്യത്തോടു കൂടിയാണ്.
ആ പ്രവർത്തനമാണ് ഉടമ്പടി നിങ്ങൾ ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ കാരുണ്യ പ്രവൃത്തികളിലെ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ അവള് അലീഷ ചെയ്ത അതാണ്. അലീഷ ചെയ്തത് അവിടെ പോയി അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരോടും ഓരോരുത്തരോടും മാറി മാറി സംസാരിച്ചു. എന്നിട്ട് അവൾക്ക് പോരുമ്പോൾ ഷീ വാസ് ജസ്റ്റ് കണ്ടൻറ്റഡ്. എന്ന് വെച്ചാൽ അവൾ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭവമായ ഒരു ആന്തരികമായ ശക്തി തോന്നി. അത് ഈ മിനിയും അത് തന്നെ പറയുന്നുണ്ടാണ്. ഞങ്ങൾ ഓരോരുത്തർക്കും പത്രം കൊടുക്കും. ഞങ്ങൾ പത്രം കൊടുത്തിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർ പറയും, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അത്ഭുതങ്ങൾ വായിക്കണം, ഈ ആഴ്ച നടന്ന കാര്യമാണ്, നിങ്ങൾ കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? അവർ പറഞ്ഞു പോയിട്ടില്ല. പോകണം, പോകേണ്ട സ്ഥലമാണ്, അമ്മ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മിനി ആൾക്കാരോട് പറയും. അതാണ് പരിശുദ്ധ പ്രവർത്തനം, ദൈവസേവകം എന്ന് പറയുന്നത്. അല്ലാതെ പത്രം കൊണ്ട് വലിച്ചെറിഞ്ഞാൽ പോകുകയില്ല. ആരുടെങ്കിലും മോന്തക്കിട്ട് ചാണ്ടിയിട്ട് അടുത്ത ഇനി 4 കൂടി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കണേ. ഇങ്ങനെയുള്ള ആൾക്കാരെ ഉടമ്പടി എടുത്തിരിക്കണത് വെളുക്കാൻ ചെക്കണ പാണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം എന്നിട്ട് ഈ ഇപ്പം മിനി അലിഷയുമാണല്ലോ, 2 പേരാണല്ലോ ഇവിടെ മോഡലായിട്ട് എടുത്തിരിക്കണത്. ഈ മിനി പറയണ ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങളുടെ അനുഭവങ്ങൾ കർത്താവിനെ അറിയാത്തവരോട് പറയും, ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയും. എന്നിട്ട് കർത്താവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. തിരിച്ചു പോരുമ്പോൾ എന്തെന്നില്ലാത്ത ആന്തരിക ആഹ്ലാദമാണ് മനസ്സിൽ. അതാണ് കണ്ടൻ്റ് എന്ന് പറയുന്നത്. അത് അലീഷയ്ക്കും വരുന്നുണ്ട്. ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം സംസാരിക്കാനും കേൾക്കാനും പറയാനും ആരും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അലീഷ പറയും, കാശെന്തിനാ കാരുണ്യ പ്രവർത്തിക്ക്. ആൾ പറയുന്നുണ്ട്, കാശെന്തിനാ കാരുണ്യ പ്രവർത്തിക്ക്, മര്യാദക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിഞ്ഞാൽ മതി. അപ്പോൾ കാരുണ്യപ്രവൃത്തിയാണ് നിൻ്റെ പ്രശ്നം, നിൻ്റെ ഉടമ്പടി ഉടക്കെന്ന് മനസ്സിലാക്കിയപ്പോൾ പിറ്റേ ദിവസം മുതൽ മൂവ്മെൻ്റായി ഉടമ്പടി. നിങ്ങളുടെ ഉടമ്പടി ഉടക്കി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല. ചെയ്യേണ്ടതുപോലെ ചെയ്യണില്ലെന്നാണ് പ്രശ്നം. ചെയ്യേണ്ടതുപോലെ എന്താണ്? എന്ത് ചെയ്താലും കർത്താവിൻ്റെ സ്നേഹത്തോടെ ചെയ്യണം. എന്ത് ചെയ്താലും എന്ത് ചെയ്താലും 1 കൊരിന്തോസ് 16:14 1 കൊരിന്തോസ് 16:14 നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. പത്രം കൊടുത്തോ, രോഗികളെ പോയി കണ്ടോ, പൊതിച്ചോറ് കൊടുത്തോ, വെളുപ്പിന് എഴുന്നേറ്റ് പാകം ചെയ്തോ, അതല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? അതിൻ്റെ അകത്ത് ഇന്ധനത്തിനാണ് പ്രശ്നം. അത് നിങ്ങൾ സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹമാണ്. ബൈബിളിൽ നമുക്ക് സ്നേഹമുണ്ടാകാം, നമുക്ക് വിശ്വാസമുണ്ടാകാം. പക്ഷേ മനുഷ്യ സ്നേഹമുണ്ട്, മനുഷ്യവിശ്വാസമുണ്ട്. അതിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവസ്നേഹമുണ്ട്, ദൈവവിശ്വാസമുണ്ട്. അതെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോമൻ 4:20 എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പോഴ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യവിശ്വാസം കേവലമാണ്. മനുഷ്യവിശ്വാസത്തിൽ ചെയ്യാം. എന്തുമാത്രം മനുഷ്യന്മാരാണ് ദൈവത്തെ അറിയാത്തവരൊക്കെ ദൈവത്തെ വിശ്വസിക്കാത്തവർ പോലും കുറേ ഉപപ്രവർത്തനങ്ങളൊക്കെ ചെയ്യണില്ലേ? അത് മനുഷ്യവിശ്വാസമാണ്. ദൈവവിശ്വാസം എന്ന് പറയണത് റോമൻ 4:20 എന്താണ്? ആ വിശ്വാസം കൊണ്ട് ദൈവത്തെ മഹത്വമായിരിക്കണം. അല്ല നമുക്ക് വോട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ല, അധികാരത്തിൽ കയറുക എന്നുള്ളതല്ല. അതിൻ്റെ വിഷയം ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. അപ്പം നീ ഉടമ്പടിയിൽ ഒരു ഉപവിപ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ
മഹത്വമായിരിക്കണം. അപ്പം മിനി അത് പറയുന്നുണ്ട്, ഞങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷെ ഞങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യം നടക്കണമേ എന്നല്ല ഞങ്ങൾ ചിന്തിക്കണത്, മറിച്ച് ദൈവം മഹത്വപ്പെടണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കണം. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് 4:20 എന്താ പറയണത്? എന്നിട്ട് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുവിൻ. അപ്പം വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ, ശക്തിയുള്ള വിശ്വാസം, പവർഫുൾ ഫെയ്ത്ത്, എവിടെയെങ്കിലും ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഉപയോഗിക്കേണ്ട പവറ് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്ന ശക്തിയുള്ള വിശ്വാസമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തിയുള്ള വിശ്വാസം ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഇതാണ് വെച്ചാൽ ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉപപ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നിങ്ങൾ 100 രോഗികളെ കണ്ടാന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചിലപ്പോൾ ഒരു രോഗിനെ കണ്ടിരിക്കണത് അത് ദൈവസ്നേഹത്തോടെ ആണെങ്കിൽ അവിടെയാണ് ബലം പ്രാപിക്കണത്. അതായത് നിങ്ങൾക്ക് ബലം പ്രാപിക്കണമെങ്കിൽ അപ്പോൾ റോമൻ 4:20 അനുസരിച്ച് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുവേ. അപ്പം വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ദൈവസ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമത്തിലാകണത്. അതാണ് വിഷയം. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാകും. ഇപ്പം നിങ്ങളുടെ ILT PR വരാൻ വേണ്ടി PR-ൻ്റെ നാമത്തിലാണ് നിങ്ങൾ ചെയ്യണത്, നിങ്ങളുടെ നാമത്തിലാണ് സംഭവം ചെയ്യണത്. പിടിയിട്ടില്ലേ? ഉടമ്പടി ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത് അങ്ങനെയാണ്. ഇവർ ഭയങ്കരമായിട്ട് പണിയൊക്കെ ചെയ്യും. രോഗി ഓർഫനേജിൽ പോവുകയോ അല്ലെങ്കിൽ രോഗികളെ പോയി കാണുക, ആശുപത്രിയിൽ പോവുകയോ പൈസ കൊടുക്കുകയോ ചെയ്യും. എന്തിനാണ്? കർത്താവ് ഇങ്ങനെയെങ്കിലും PR കിട്ടണേ എന്ന് പറയുമ്പോൾ ആർക്ക് PR കിട്ടണ കാര്യമാണ് പറയണത്? അവർക്കാണ്. അവരുടെ നാമത്തിലാണ് ചെയ്യണത്. അവരുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ബലം പ്രാപിക്കത്തില്ല. അവിടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയല്ല. ഉടമ്പടിയിൽ ദൈവമാണ് കക്ഷി. അപ്പം അതെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യണം. ആരെങ്കിലും എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ, മത്തായി 10:42, ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞേ, ഈ ചെറിയൊരുവന് ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആരുടെ ശിഷ്യനാണ്? കർത്താവിൻ്റെ ശിഷ്യനാണ്, അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയെ കർത്താവിൻ്റെ ശിഷ്യനായി കണ്ടുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് അവരെ സഹായിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആരുടെ നാമത്തിലാണ്? നിങ്ങളുടെ PR-ൻ്റെയോ പെൻഷൻ്റെ നാമത്തിൽ, നിങ്ങളുടെ നാമത്തിലല്ല. ആരുടെ നാമത്തിലാണ്? കർത്താവിൻ്റെ നാമത്തിലാണ്. ഒരു പത്രം കൊടുക്കുമ്പോഴും ഒരു പൊതിച്ചോറ് കൊടുക്കുമ്പോഴും കർത്താവെ നിൻ്റെ നാമത്തിൽ. സ്വാതികൃഷ്ണ അവസാനം പറയുന്നൊരു വാക്കുണ്ട്. പറയണത്, കർത്താവെ ഞാൻ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ, ഞാൻ വിദേശത്ത് പോവുകയോ ജോലി കിട്ടുകയോ, അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം നീയാണ്. എവിടെ ഞാൻ പോയാലും പോയില്ലെങ്കിലും, പരീക്ഷ തോറ്റാലും ജയിച്ചാലും എന്തു ചെയ്യണം? നിന്നുമായിട്ടുള്ള ബന്ധം പോകരുതെന്ന്. അതാണ് സംഭവം. അത് സ്വാതികൃഷ്ണ ഭയങ്കര ലീഡ് ചെയ്യുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കാത്തലിക്കും അല്ല ക്രിസ്ത്യനും അല്ല, പക്ഷെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളെന്ന് വല്ലാത്ത വർത്തമാനം. അവസാനം അവൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, കർത്താവെ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റാലും ജയിച്ചാലും എനിക്കത് പ്രശ്നമല്ല. എൻ്റെ പ്രശ്നം എന്താണ്? നീയുമായിട്ടുള്ള ബന്ധം പോകാതിരിക്കണം. അപ്പോൾ ആരുടെ നാമത്തിലായി അവൾ ചെയ്യുന്നതെല്ലാം? കർത്താവിൻ്റെ നാമത്തിൽ. അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണത്? ദൈവസ്നേഹത്തോടെയാണ് പറയണത്. ഏത് ജാതിയായാലും എന്നും പറഞ്ഞൊരു കഥയുമില്ല. നിങ്ങൾ ദൈവസ്നേഹമുണ്ടോ, ഉടമ്പടി എപ്പോൾ ക്രാക്കാകും തിരക്കിയാൽ മതി. ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം. അതിനകത്ത് ജാതിയുമില്ല, മതവുമില്ല, എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. എപ്പോഴാണ് നീ ദൈവത്തിനോട് സ്നേഹം തോന്നുകയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ജീവിക്കുകയും ചെയ്യണത്, അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മാത്രമല്ല, മക്കളിന് പകരം എന്താണ് ഈശോ പറഞ്ഞത്? നീ അവിടുത്തെ ശിഷ്യയാകുന്നു, നീ അവൻ്റെ ശിഷ്യനാകുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നോഹൗ എന്ന് പറയുന്ന ജ്ഞാനസൂത്രം, അത് ഇപ്പം മനസ്സിലായില്ലേ? ലളിതമാണ്, സിമ്പിളല്ലേ? അത്
സിമ്പിളാണത്. ചെയ്യണ കാര്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം. ഈ ദൈവസ്നേഹത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകണത്? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിലാണ് നിൽക്കുന്നത്. അതാണ് ബലം, ഫലമാണ് ബലം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലം വേണമെന്ന് പറഞ്ഞിട്ട് കാറിക്കൂവിട്ട് കാര്യമില്ല. ആ ഉടമ്പടി നിങ്ങൾ വൃത്തിയും വിനയവുമായിട്ട് ദൈവത്തിന് മുൻനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യു വിൽ ബി എംപവേർഡ് വിത്ത് ദ ഗ്രേസ്. ക്യാപിറ്റൽ ഗ്രേസ് ഉണ്ട്, 7 ഗ്രേസസ്. ദൈവത്തിൻ്റെ 7 ഗ്രേസ്, പരിശുദ്ധാത്മാവിൻ്റെ 7 ഗ്രേസസ് ഉണ്ട്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം, അതാണ് ബലം. ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അതായത് ഇതിൻ്റെ പറയുന്ന സൗമ്യതയും ആത്മസംയമനവും ഒക്കെ സ്നേഹത്തിൻ്റെ ചേരുവകളാണ്. സ്നേഹം ഒരു വ്യക്തികളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന പെരുമാറ്റങ്ങളും ആണ് ഈ സൗമ്യതയൊക്കെ വരണത്. ഇപ്പോൾ സ്നേഹം എന്താണ്? ഇപ്പോൾ സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ? അത് ക്ഷമിക്കുന്ന സ്നേഹമാണ്. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ക്ഷമ എന്താ? അത് സഹിക്കുന്ന സ്നേഹമാണ്. എല്ലാം കണ്ടൻറ്റ് വൈസ് ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ അങ്ങോട്ട് പരത്തി പറഞ്ഞിരിക്കുകയാണ് സംഭവം. ഇത് 7 ക്യാപിറ്റൽ ഗ്രേസസ് ആണ്. എന്തൊക്കെയാണ്? സ്നേഹം, പിന്നെ എന്താണ്? ആനന്ദം, ജോയ്, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. ഇത്രയാണ് സംഭവം. ഈ 7 ഫലങ്ങളെ നമ്മൾ ഉടമ്പടിക്കാലത്ത് ക്രിയേറ്റ് ചെയ്ത് വരണം. എന്തൊക്കെയാണത്? ഒന്ന് നോക്കിയേ. സ്നേഹം, ആനന്ദം, സമാധാനം, വായിച്ചോളൂ. ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. ഈ 7 ഫലങ്ങളെ 7 ഫലങ്ങൾ വരുന്നതിന് മുമ്പ് വേറെ ഒരു സംഭവം ഇവിടെ നടക്കണം. വെറുതെ 7 ഫലങ്ങൾ ഉണ്ടാകത്തില്ല. 7 ഫലങ്ങൾ. ഇപ്പോൾ ഒരു ചെടിയിൽ നമ്മളൊരു ചെടി നടാൻ പോവുകയാണ്. ചെടി നടുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ആദ്യം തന്നെ ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ചാലിൽ ചെമ്മീൻ കൃഷി തുടങ്ങാൻ പോവുകയാണ് എന്ന് വിചാരിച്ചോ. ചെമ്മീൻ കൃഷി തുടങ്ങിയാലും ചെടി നട്ടാലും ആദ്യം ചെയ്യണത് എന്താണ്? ആദ്യം ആ കെടുവളവൊക്കെ മാറ്റും, അല്ലേ? പഴയ മണ്ണൊക്കെ മാറ്റും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അടിവളം ഇട്ട് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ചെമ്മീൻ കൃഷിക്കാരാണെങ്കിൽ വെള്ളത്തിൻ്റെ pH നോക്കും. pH കറക്റ്റ് ചെയ്യാൻ കുമ്മായി വിടും. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും? വെള്ളം കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് വേറെ വല്ല ജീവികൾ, അതുപോലെ തന്നെ ഇനി ഇത് കൂടാതെ ചെമ്മീനെ തിന്നുന്ന ആമകളുണ്ട്, അല്ലെങ്കിൽ ഞണ്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആദ്യം കരക്ക് പിടിച്ച് കയറ്റും. എല്ലാത്തിനും വെള്ളം അരിച്ചേർക്കും. എന്തിനാണ് ചെമ്മീൻ ഇടണം? അല്ലെങ്കിൽ ആമ അടിച്ച് കളയും എല്ലാത്തിനും, അല്ലെങ്കിൽ ഞണ്ട് തിന്ന് കളയും. ഇതുപോലെ നമ്മുടെ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് മുമ്പ് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അതവിടെ അത്ര ആമയും ഞണ്ടും വേറെ ഉണ്ട്. അത് മാറ്റിയാൽ മാത്രമേ ആത്മാവിൻ്റെ ബലങ്ങളെ പ്രവർത്തിക്കത്തുള്ളൂ. അതെന്തൊക്കെയാണ്? അതും 7 ഉണ്ട്. അതേതാണ്? അത് മത്തായി 15:19 എടുത്തേ. ദുശ്ചിന്തകൾ, ഒന്ന് പറഞ്ഞ ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പൊ ഒന്നിനു വായിക്കാം. ഹൃദയത്തിൽ ഈ ഞണ്ടും ആമയൊക്കെ ഉണ്ടെന്ന് നോക്കുകയാണ് കേട്ടാ. എന്തൊക്കെയാണ്? ദുശ്ചിന്തകൾ, ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, മിണ്ടാതിരിക്കാന്നല്ല കേട്ടാ. ഇപ്പം കിണറ്റിൻ്റെ വെള്ളമില്ല, ജപ്പാൻ വെള്ളമായത് കാരണം എല്ലാം അടുക്കള വെള്ളം കിട്ടണതുകൊണ്ട് വലിയ പരദൂഷണം ഇല്ല. എന്നാലും അടുക്കള പരദൂഷണം കാണും ചിലപ്പോൾ. ശ്രദ്ധിക്കണം ഉടമ്പിലിരിക്കുന്ന ആൾക്കാരെ. ഇപ്പോൾ നമ്മൾ പുറത്ത് ഔട്ട്ഗോയിങ് മിനിസ്ട്രി ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇന്ത്യയിലെ മിനിസ്ട്രി നമുക്കുണ്ട്. അകത്ത് അടുക്കള പരദൂഷണമുണ്ട്. ആ കിണറ്റിൻ്റെ കരയിൽ നിന്ന് ജപ്പാൻ വെള്ളം വന്നപ്പോൾ പരദൂഷണം അടുക്കളയിൽ കരയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മാറിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ടാകരുത്. മനസ്സിലായി? ഇതിനകത്ത് ഉടമ്പടിക്കാർക്ക് കാര്യം ദൈവം നിങ്ങളിൽ ലാൻഡ് ചെയ്യേണ്ട സമയമാണ് ഉടമ്പടി. അപ്പോഴേ ദൈവകൃപ ആത്മാവിൻ്റെ 7 ഫലങ്ങൾ വരുന്ന മുമ്പ് 7 പിശാചുക്കളെ പുറത്താക്കണം.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു ഇവളിൽ നിന്നാണ് 7 ടേക്ക് ദ ബെഡ് ഓഫ് ഗോൾഡ്. മർക്കോസ് 16:9. മർക്കോസ് 16:9. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. അപ്പൊ പാപിനിയായ സ്ത്രീയെക്കുറിച്ച് പറയുന്ന ഭാഗവാ. അവിടെ എന്താ പറയുന്നത്? ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ പുറത്താക്കിയത്. പരിശുദ്ധാത്മാവിൻ്റെ 7 ഫലങ്ങൾ വരുമ്പോൾ പിശാചുക്കൾ 7 അവിടെ ഉണ്ടാവും. ചിലപ്പോൾ പരദൂഷണം, അല്ലേ, പക, ആഭിചാരം, വ്യഭിചാരം, ഇങ്ങനെയുള്ള 7 സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇവയെ പുറത്താക്കി നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ലോകത്ത് ഒത്തിരി വിഷയങ്ങളൊക്കെ ആൾക്കാർ സംസാരിക്കുകയും ചെയ്യും. നിങ്ങളുടെ കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളുടെ ശത്രു നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുമെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 10:36. മത്തായി 10:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. ആത്മീയ ശത്രുക്കളെ കുറിച്ച് പറഞ്ഞാണല്ല, നിങ്ങളുടെ അതിരുമാന്തര ശത്രുക്കളല്ല, ആത്മീയ ശത്രുക്കള്. നമ്മളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ചൈതന്യം എടുത്തു കളയുന്ന ശത്രുക്കള് എവിടെയായിരിക്കും? നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കുമെന്ന്. നിങ്ങളുടെ രക്തബന്ധത്തിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ വർഷത്തിലോ അവരുടെ നിങ്ങൾ പങ്കുചേരാകുമ്പോൾ പറയും, ഓ ഇവളിപ്പോൾ വേദം കൂടിയെന്നാണ് തോന്നുന്നത്, ഇവളിപ്പോൾ പുണ്യാളത്തിയായി, എന്നാൽ ഒരു രൂപക്കൂട് പണിയട്ടെ എന്ന് ചോദിക്കും. അതാ സംഭവം. നമ്മളോട് മുഖത്ത് നോക്കി, ഓ ഇനിയിപ്പോൾ രൂപക്കൂട് പണിയേണ്ടി വരും. ഇപ്പോൾ നീയല്ലേ പ്രാർത്ഥനക്കാർ, നീ പറ എന്നാ കേൾക്കാവില്ല. നമുക്ക് എന്തെങ്കിലും കൊണ്ടേ കുടുക്കിലാക്കുകയും പറയും, നീയല്ലേ ഇവിടുത്തെ പ്രാർത്ഥനക്കാരത്തി, നീ പറയുമെന്ന് പറയും. അപ്പം അങ്ങനെയുള്ള പെരിച്ചാഴികളെ നിങ്ങൾ തിരിച്ചറിയണം. അതാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ ആധ്യാത്മികമായിട്ട് തകർക്കണതോ അല്ലെങ്കിൽ നിങ്ങളെ ഒതുക്കണതോ ആയിട്ടുള്ള ശത്രുക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും, നമ്മുടെ ഓൺ ഫാമിലി തന്നെയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ അപ്പനായിരിക്കും, അമ്മയായിരിക്കും, ഭർത്താവായിരിക്കും, മക്കളായിരിക്കും, ഭാര്യയായിരിക്കും, ആരും ആയിക്കോട്ടെ. ആർക്കും ഏത് സമയത്തും ദൈവത്തെ അറിയാത്തത് കൊണ്ട് തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ദൈവത്തെ മനുഷ്യൻ്റെ തെറ്റുകൾ വചനം പറയണത്, മനുഷ്യൻ്റെ തെറ്റുകളുടെ ഉറവിടം എന്താണ്? മത്തായിയുടെ 22:29 എടുത്തേ. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അപ്പൊ അതായത് ഒന്ന്, ഇത് മനസ്സിലാക്കാത്ത ആൾക്കാർ, അതാണ് വിശുദ്ധ വചനമോ. വിശുദ്ധ വചനം മനസ്സിലാക്കണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഒരു മനുഷ്യനെ വിശുദ്ധ വചനം മനസ്സിലാക്കണമെങ്കിൽ ഗ്രീക്ക് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹെർമറ്റിക്സ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താ പഠിക്കേണ്ടത്? ദൈവത്തിൻ്റെ ശക്തി. വിശുദ്ധ വചനങ്ങൾ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാവുന്നവരാണ് വിശുദ്ധ വചനങ്ങൾ പഠിച്ചു എന്ന് പറയണത്. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? വിശുദ്ധ ലിഖിതങ്ങളുടെ ഗ്രാമർ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, അതിൻ്റെ ഭാഷയുടെ മൂലശാസ്ത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ശക്തിയുടേതാണ് അടയാളങ്ങൾ വരണത്. അപ്പം അടയാളങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകടനങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥം അറിയുന്നത് ദൈവത്തിൻ്റെ ശക്തി അറിയാൻ വേണ്ടിയാണ്. ബൈബിളിൽ എല്ലായിടത്തും ശക്തി എന്നാണ് പറയണത്. ക്രിസ്തു ആയാലും പിതാവായ ദൈവമായാലും പരിശുദ്ധാത്മാവായാലും എല്ലാം ശക്തിയുടെ സത്താവിശേഷങ്ങളാണ്. സാരൂപ്യത്തിൽ അവരൊരു വ്യക്തിയാണ്, സത്തയിൽ അവരൊരു ശക്തിയാണ് ശരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു എന്ന് Colossians 1:24 പറയും. അതേസമയം തന്നെ അതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് മറിയത്തോടും മാലാഖ പറയണത് പരിശുദ്ധനെക്കുറിച്ചാണ്. ലൂക്കാ 1:35. അതുപോലെ തന്നെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും എന്ന് ശിഷ്യന്മാരോട് ഈശോ പറയണത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ അത് മത്തായി 26 അപ്പം ദൈവത്തിൻ്റെ ശക്തി. ഇപ്പം നിങ്ങൾ ഓരോരോ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ശക്തിയെയാണ് ദൈവമഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഉടമ്പടി ഉടക്കുകൾക്ക് നേരെ ഇതിനെ റിലീസ് ചെയ്യിക്കുന്നത്.
അപ്പോൾ അതെപ്പോഴും നമ്മൾ ഉടമ്പടിയിൽ വചനം വായിക്കുമ്പോഴും വചനം ചെയ്യുമ്പോഴും അവൻ പറയണ പോലെ ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുമ്പോഴും ചെയ്തുകൊണ്ട് വിശ്വാസം കൈമാറുമ്പോഴും ചെയ്തുകൊണ്ട് ഉപയോഗി പ്രവർത്തനം നടത്തുമ്പോഴും ഒക്കെ ഫലത്തിൽ നമ്മൾ ബലം പ്രാപിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എവിടെയെങ്കിലും ഉടക്കി നിൽക്കുകയാണ് ഉടമ്പടി എങ്കിൽ അതിൻ്റെ അർത്ഥം ബലം പ്രാപിക്കൂ, നീ ബലം പ്രാപിക്കൂ എന്നതിൻ്റെ അർത്ഥം. ദൈവസ്നേഹത്തെ ബലം പ്രാപിക്കണം, ദൈവ വിശ്വാസത്തെ ബലം പ്രാപിക്കണം. ബലം പ്രാപിക്കാൻ വേണ്ടി പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ദൈവം നിന്നെ വഴി നടത്തുകയും ചെയ്യും. അല്ല, ചില ആൾക്കാർക്ക് സംഭവിക്കണം ഉടമ്പടി അത് ബേസ്മെൻറ്റിൽ തന്നെ ഇപ്പോൾ 10,000-ത്തോളത്തിലധികം മനുഷ്യർ ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇറ്റ് ഈസ് എ പ്രൂവൺ ഫാക്റ്റാണ്, ഓൾറെഡി തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഉടമ്പടി വർക്കിംഗ് കണ്ടീഷൻ വേണ്ടതുപോലെ ആകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഉടമ്പടി നിങ്ങളെ വേണ്ട വിധത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഉടമ്പടി വേണ്ട വിധത്തിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ് അച്ഛൻ ഇപ്പോൾ നിങ്ങളെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 36:6. പ്രഭാഷകൻ 36:6. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച്. പറഞ്ഞ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അതാണ് വിഷയം. അതാണ് ഈ ലൂക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ മത്തായി 22-29 ദൈവത്തിൻ്റെ വചനവും വചനത്തിൻ്റെ ശക്തിയും അറിയാതെ കൊണ്ട് തെറ്റ് സംഭവിക്കണത്. അപ്പോൾ എപ്പോഴും തെറ്റ് സംഭവിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ശക്തിയെക്കുറിച്ച് നമുക്കൊരു തിട്ടമില്ലാത്തത് കൊണ്ടാണ്. ദൈവം എപ്പോഴും അടയാളങ്ങളും വീണ്ടും വീണ്ടും കാണിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പ്രഭാഷകൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എന്താണ്? അങ്ങയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച്. അപ്പോൾ വീണ്ടും വീണ്ടും അടയാളം പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം സമാന്തര ഇടപാടുകൾ ഉണ്ടാക്കുന്നത്. എന്താണ്? തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ സംവിധാനങ്ങളിലേക്ക് ദൈവം പോകുന്നതിൻ്റെ കാരണം എന്താണ്? അടയാളം കണ്ടുകൊണ്ട് ജനക്കൂട്ടത്തിൽ കാണുമ്പോൾ എനിക്ക് അനുകമ്പ തോന്നുന്നു. അതിൻ്റെ കാര്യം അവരിന് ഇടയില്ലാത്ത ആടുകളായിപ്പോയെന്ന്. അതെല്ലാ കാലത്തും തുടരും. ഇടയന്മാർ അവർ ചെയ്യേണ്ട ജോലികൾ ചെയ്തില്ല, അതിന് പകരം അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതാണ് ദൈവഹിതമെന്നും പറഞ്ഞ് അവർ സ്വയം വിശ്വസിച്ചുകൊണ്ട് അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ താമസിക്കുമ്പോൾ ജനം വീണ്ടും ഇടയില്ലാത്ത ആടുകളെപ്പോലെയാകും. അവർ പരിഭ്രാന്തരാകും. സുവിശേഷം ഒരു ചികിത്സയാണ്. എന്തിനെതിരെയുള്ള ചികിത്സയാണ്? ജനത്തിൻ്റെ ജീവിതത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോണ്ടാകുന്ന പരിഭ്രാന്തിക്ക് ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും പ്രകടമാക്കി കൊടുക്കാനുള്ള വിളിയാണ് സഭയുടെ വിളിയെങ്കിൽ ആ വിളിയുടെ ഏറ്റവും അവസാന രൂപമാണ് കവനൻ്റ്, മരിയൻ കവനൻ്റ്. കൈയടിച്ച് ദിവ്യകാരുണ്യത്തിന് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കമുണ്ട്. എന്നുവെച്ചാൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾക്കെതിരെ 20,000 പേരുമായിട്ട് വരുന്ന പടയാളികളോട് നിങ്ങളുടെ 10,000 പേരെ കൊണ്ട് ചേർത്ത് നിൽക്കാൻ കഴിയുമോ? അപ്പം നമ്മുടെ മെറിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഗ്രേസിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. ലൂക്കാ 14:31 20,000 ഭടന്മാരോട് കൂടെ പറഞ്ഞ 20,000 ഭടന്മാരുടെ കൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ഒരു കഴിവ് അതാണ്. നമ്മുടെ 10,000 നമുക്കുള്ളത്. ഇപ്പം ഇതെല്ലാം ഈ ടൈപ്പ് പാർട്ടിയാണ്. പരീക്ഷ ആയാലും ശരി, മിനി ആയാലും ശരി, സ്വാതി ആയാലും ശരി, അവരുടെ ജീവിത പ്രശ്നങ്ങൾ 20,000-ൻ്റെതാണ് അവരഭിമുഖീകരിക്കുന്നത്. അവർക്കെതിരെ വരുന്ന ജീവിതത്തിൻ്റെ പ്രഷർ അത്രയുണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ അതില്ല. ഇവിടെ കയ്യിൽ എന്താ ഉള്ളത്? 10,000 ഉള്ളൂ. 10,000 പോലും ഇല്ല ഭാഗത്തുങ്ങളുടെ കയ്യിൽ. 10 പോയി 100 ഉള്ളൂ.
അപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഒരു 20,000 പേരോട് ഏറ്റുമുട്ടാൻ എങ്ങനെ നമ്മളെ എംപവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഉടമ്പടി ആലോചിക്കുന്നത്. ഈ അലീഷ എങ്ങനെ അത് ക്രാക്ക് ചെയ്തത്, മിനി എങ്ങനെ ക്രാക്ക് ചെയ്തത്, സോദി എങ്ങനെ ക്രാക്ക് ചെയ്തത്, ഇവിടെ 20,000 ഇവർക്കുണ്ടായിരുന്ന 10,000-നെ ഇവർക്കെതിരെ വന്ന 20,000-നെതിരെ 40,000 ഉയർത്തി. ഇവിടെ കൃപ ഇവർ വർദ്ധിച്ചു. ഉടമ്പടി അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ബലം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബലം, ദൈവസ്നേഹത്തിൻ്റെ ബലമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ ബലം വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഈ ബലം വർദ്ധിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പകരം, എപ്പോഴും ദൈവം പറയും നിങ്ങൾക്ക് പകരം ഞാൻ എൻ്റെ ദൂതനെ അയക്കും. നിങ്ങൾ എപ്പോഴും നമുക്ക് പകരം ദൈവം നമ്മുടെ ഈ കളത്തിൽ ഇറങ്ങുന്ന ഒരു സമയമുണ്ട്, അത് നമുക്ക് പകരമായിട്ട് ഇറങ്ങുന്നതാണ്. ഉടമ്പടിയിൽ എപ്പോഴും പറയും, ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ആൾ നീല ഷർട്ട് ധരിച്ചിരിക്കണം, അല്ലെങ്കിൽ നീല ബ്ലൗസ് ഇട്ടിരിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലാകും നീ ഇവിടെ ഉണ്ടെന്ന്. ഇങ്ങനെയാണ് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഇങ്ങനെ അപ്പോൾ മാതാവ് തന്നെ അവിടെ പറയും, എൻ്റെ സാന്നിധ്യം നിനക്ക് അവിടെ അറിയാൻ പറ്റും, ബ്ലൂ കളർ നീ കാണും, നിന്നോട് സംസാരിക്കുന്നു. അതുപോലെ അച്ചുട്ട പോലെ തന്നെ ആദ്യമായിട്ട് ആ സ്ഥലത്ത് ലാൻഡ് ചെയ്യാണ്, ഇവിടെ ഇൻട്രാക്ട് ചെയ്യേണ്ട ആൾ ബ്ലൂ ഗാർമെൻറ്റ്സിൽ ഇരിക്കണേ കാണാം. അപ്പം തന്നെ മനസ്സിലാകും. ഉടനെ അവൾ ഉപ്പിടും, ഉടനെ അവൾ ഉപ്പിടും, വിശ്വാസപ്രമാണം ചെല്ലും. എന്താ കാര്യം? ഉപ്പെന്ന് പറയുമ്പോൾ എന്താണ്? അത് ലേവ്യയുടെ പുസ്തകത്തിലുള്ളതാണ്. കർത്താവാണ് എൻ്റെ അവകാശമെന്ന്. എനിക്ക് ഇവിടെ അവകാശമില്ല. എനിക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവ് തരുന്നതാണ്. ചില ആൾക്കാർക്ക് ഒരു 50% പേർക്ക് ഉടമ്പടി ലാഗ് ചെയ്യുന്നുണ്ട്, ഒച്ചയണവർ ഇഴയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഫ്റ്റർ ലൈഫ് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അനന്തര ജീവിതം, ഉടമ്പടി അനന്തര ജീവിതം ഉണ്ടല്ലോ. കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ പള്ളിയില്ല, പട്ടക്കാരനില്ല, വചനം വായനയില്ല. അതാണ് ഉടമ്പടി അനന്തര ജീവിതം. ഈ ദൈവത്തിന് വരാൻ പോകുന്ന സംഭവങ്ങൾ അറിയാമല്ലോ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ പറയുന്നതാണ്. 16:14 അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയണത്. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും മനസ്സിലുള്ള സംഭവങ്ങളാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ഭാവി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ പിതാവിനറിയാം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കും അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ചിലർക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി വിവേചിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും. ഇപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉടമ്പടി ഇവിടെ എടുക്കുമ്പോൾ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയും. എന്താ കാര്യം? ഇവൾ കാനഡയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പള്ളിയുമില്ല, പട്ടക്കാരനുമില്ല. കണ്ട ഏതെങ്കിലും നാട്ടുകാരനെ ഇവിടുന്ന് അവിടെ PR ഉള്ളവനെ അടിച്ചെടുത്ത് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നായിരിക്കും ഇവൾ ചിന്തിക്കണത്. തീർന്നില്ല പരിപാടി. അവിടെ വെച്ച് തന്നെ എനിക്ക് എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നീ ഇവിടെ ചവിട്ടുമ്പോൾ തന്നെ മാതാവ് പറയും, ഓടരുതമ്മാവ ആളറിയാം. എന്താ പറയണത്? നീ ഉദ്ദേശിക്കുന്നത് എന്താ? നീ ഇവിടെ നേരെ കണ്ട കാനഡയിൽ പോയി എത്തുക, അവിടെ നിന്ന് ശേഷം അവിടെ PR ഉള്ളിടത്ത് കല്യാണം കഴിക്കുക, അവിടെ തന്നെ പ്രസവിക്കുക, അവിടുത്തെ കുഞ്ഞിന് അവിടുത്തെ പൗരത്വം മേടിക്കുക. ഇങ്ങനെയുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ. അതിനും ദൈവത്തെ എങ്ങനെ ദുർവിനിയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നീ കൃപാസനത്തിൽ വരണത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അതാ വിഷയം. ഇത് ദൈവത്തിന് നേരത്തെ അറിയാവുന്ന കാരണം ഈ പണ്ടാരത്തിന് എന്തുകൊണ്ട് അനുഗ്രഹിച്ചിട്ട് എന്താ കാര്യമെന്ന് വിചാരിക്കും. എന്താ കാര്യം? അവരുടെ വയറ് മാത്രമേ ഉള്ളൂ, അവരുടെ ജീവിതം മാത്രമേ ഉള്ളൂ, ദൈവം പ്രാധാന്യമില്ല. അതുകൊണ്ട് ഇവിടെ വിദേശത്ത് പോകാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരോടെല്ലാം ഞാൻ പറയും, കുർബാന മുടക്കരുത്, കുടുംബപ്രാർത്ഥന മുടക്കരുത്. എനിക്ക് ഈ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം കൂടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെ അവരെല്ലാവരെയും ബ്ലെസ് ചെയ്തിട്ട് ഒരുമിച്ച് നമുക്ക് പ്രസംഗമല്ല, ഒരുമിച്ച് ഞാൻ അവരെ ഉപദേശിക്കും. ഒരു സിംഗിളായിട്ടൊരു പേഴ്സൺ വന്നതിനേക്കാൾ കൂടി ഒരു കുടുംബമായിട്ടൊരു പേഴ്സൺ വരുമ്പോൾ അംഗീകരിക്കും. കാര്യം പക്ഷേ കുടുംബമായിട്ട് വരുമ്പോൾ അവർക്ക് കുടുംബമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം, ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം. ബന്ധമില്ലാത്ത ഭാര്യ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഭർത്താവ് അപ്പുറത്ത് വെള്ളം അടിച്ചുകൊണ്ടിരുന്നിട്ട് അച്ഛനെ കാണാൻ ഡേറ്റ് ആകുമ്പോൾ പുള്ളിക്കാരൻ കെട്ടിയെടുത്ത് വന്നാൽ ഞങ്ങൾക്കറിയാൻ പറ്റും. മാറിക്കിടമെന്ന് പറയും ഞാൻ. കാര്യം അയാൾക്കറിയാം അയാൾ ഇതിൻ്റെ ഓഹരിയില്ലാത്ത ആളാണ്.
അപ്പോൾ അനുഗ്രഹം ചുമ്മാ തലയിൽ തുണിയിട്ട് വന്ന് അടിച്ചു മാറ്റാൻ നോക്കുകയാണ്. അതല്ല, നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ അറിയാം കറക്റ്റും കർത്താവിൻ്റെ ലെവലിലാണ് അത് പോണത്. ഇനി ചില ആൾക്കാർക്കുണ്ട് ഒരു അനുഗ്രഹം മേടിച്ച് കിട്ടിയാൽ പിന്നെ ജീവിതം കർപ്പീകരിക്കാൻ വേണ്ടി ദൈവത്തോട് ഓപ്പൺനെസ് ഉള്ളവരുണ്ട്. അവരെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അവരെ ഞാൻ വിളിപ്പിക്കും ഇങ്ങോട്ട്, ഇനി നിൻ്റെ ഭർത്താവ് വന്നിട്ടില്ലേ വരാൻ പറയും. അപ്പോൾ അവരോട് അവിടെ തലയൊക്കെ ഒഴിക്കുമ്പോൾ പറയും നിൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടല്ലോ, നിൻ്റെ കൊച്ചു വന്നിട്ടുണ്ടല്ലോ, വരാൻ പറയും. അവർക്കിതോട് ബന്ധമില്ല. പക്ഷെ അവർ വരുമ്പോൾ ഭയങ്കര ആഹ്ലാദത്തോടെ അവർ വരണത്. അപ്പോൾ അവരതോടുകൂടി തീരുമാനിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. ഇതൊരു കൃത്യമായിട്ട് നമ്മൾ ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവും ഒരുമിച്ച് ദൈവവുമായിട്ടുള്ള ജീവിതവുമാണ്. ഞാൻ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ ആദ്യമേ വരുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. നിങ്ങളുടെ അനന്തരം ഉടമ്പടി അനന്തര ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞ അതാണ്, നിനക്ക് തോൽപ്പിക്കാം, നീ തോക്കുമെന്ന് കണ്ടാൽ മുൻകൂട്ടി ചെന്ന് അവനുമായിട്ട് അനുരഞ്ജനപ്പെടണമെന്ന്. അതുപോലെ തന്നെ നീ ഈ വിഷയത്തിൽ നാളെ പിഴച്ചു പോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കർത്താവുമായിട്ട് അനുരഞ്ജനപ്പെടണം. കർത്താവേ, ഞാൻ വീഴാതിരിക്കാൻ എന്നെ താങ്ങണം, എനിക്ക് സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, നീ എന്നെ സഹായിക്കണമെന്ന് ആത്മാർത്ഥത്തോട് പറഞ്ഞാൽ കർത്താവ് നിന്നെ സഹായിക്കും. പക്ഷെ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി അനന്തര ജീവിതം ഉടമ്പടിയുടെ സമയത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നീ ഒരു കാര്യവും കണ്ടിട്ട് പിന്നെ ഉടമ്പടിയൊക്കെ വലിയ പാടല്ലേ ജീവിക്കാൻ, ആർക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലർ കഠിനമാണെന്നൊക്കെ പറയും. അവർക്ക് ചിലപ്പോൾ കഠിനമായിരിക്കും, കഠിനമല്ലെന്ന്. കാരണം അവരുടെ ജീവിതം അങ്ങനെ വഴിപിഴച്ച ജീവിതമായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ മാത്രം ദൈവത്തിലേക്ക് വന്നിട്ട് വല്ലതും ഒക്കണമെങ്കിൽ ഒക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു അഭ്യാസമായിരിക്കും നടത്തുന്നത്. പക്ഷെ അവർക്കും ഒരു അവസരം ദൈവം തരികയാണ്. അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃപയിൽ നിൽക്കാൻ ഇതൊരു അവസരമാണ് നിങ്ങൾക്ക്. കർത്താവ് എന്നെ നിലനിർത്തി തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിലനിർത്തി ഈ അരൂപിയിൽ നിലനിർത്തി തരണമെന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താ നിങ്ങൾക്കറിയാവോ? ഒരുത്തൻ ഒരിക്കൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവൻ പഴയ അവസ്ഥയിലേക്ക് ഉടമ്പടി എടുത്തു, നിങ്ങൾ ഉടമ്പടി കൃപയിലേക്ക് വന്നു, വീണ്ടും നിങ്ങൾ വീണു പോയാൽ Hebrews 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഉടമ്പടി ജീവിതത്തിന് ശേഷം അനുഗ്രഹം കിട്ടി അഭിഷേകം ലഭിച്ചതിന് ശേഷം വീണ്ടും അളിയാൻ പറഞ്ഞ് ആഘോഷിക്കാൻ പറഞ്ഞ് അങ്ങനെ ആഘോഷിക്കാൻ പോയാൽ പിന്നെ തിരിച്ചു വരാൻ പിന്നെ ഉടമ്പടി എടുത്ത് വിജയിക്കത്തില്ല. അതാണ് വിഷയം. അവനെ പട്ടി എന്നൊക്കെ വിളിക്കണം ദൈവം, പട്ടി പന്നി എന്നൊക്കെ വിളിക്കണം. ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ വിശുദ്ധി പ്രാപിച്ചു, ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കിയ ശേഷം വീണ്ടും ഏതെങ്കിലും തരത്തിൽ കുരുങ്ങിപ്പോവുകയാണെങ്കിൽ, അവൻ്റെ ജഡികമായ മോഹങ്ങളെ കുരുങ്ങിപ്പോവുകയാണെങ്കിൽ അവന് ദൈവം വിളിക്കുന്നത് പന്നി എന്നാണ്, അല്ലെ പട്ടി എന്നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? കുളിച്ച പന്നി ചെളി കിടന്ന് വീണ്ടും ഉരുളുന്നു, പട്ടി ഛർദ്ദിച്ച് തന്നെ പിന്നെയും തിന്നുന്നു. കണ്ടാ, ആ പഴയ മ്ലേച്ഛത വീണ്ടും തിന്നണമെന്നാണ് പറയണത്. നായ് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. ഉടമ്പടി ഉഴപ്പിയിട്ട് പിന്നെ പഴയ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിളിക്കണ വിളിയാണ് ആരും നായായി, പിന്നെ പട്ടിയായി. പട്ടി ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. പഴയ അഴുക്ക് കെട്ട ജീവിതത്തിലേക്ക് പോവുകയാണ്, വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. ശരിയാണ്. ഇപ്പം മനസ്സിലായില്ലേ? ഒറ്റ അടക്ക് പോകത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ എപ്പോഴും ഓർത്തേക്കണം, ഇതൊരു ദൈവമായിട്ട് ഇടപെടുന്നത്. ദൈവത്തിന് മരണമില്ലാത്ത കാരണം ഇത് ജീവിതം. ഇപ്പം ഞാൻ ഇന്നലെ അയർലൻഡിൽ നിന്ന് ഒരു അച്ഛൻ വന്നു, എന്നെ അയർലൻഡ് ധ്യാനിപ്പിക്കാൻ കൊണ്ടുപോയ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് എന്ത് സന്തോഷവും സ്നേഹമാണ്. എന്താ പറഞ്ഞാൽ, എൻ്റെ അച്ഛാ, കഴിഞ്ഞ കൊല്ലം അയർലൻഡിൽ നടത്തിയ ഉടമ്പടിയുടെ ആൾക്കാർ, ഉടമ്പടി ധ്യാനമാണ് അവിടെ നടത്തിയത്,
അവർ ഇന്നും നമ്മുടെ എല്ലാ പള്ളികളിലും നിറഞ്ഞു നിൽക്കുകയാണ്. അവരെല്ലാവരും ഇന്ന് കുമ്പസാരിക്കുന്നുണ്ട്, എല്ലാവരും ഇന്ന് കുർബാന സ്വീകരിക്കുന്നുണ്ട്. അവരാരൂപി വിട്ടു പോകണില്ലെന്ന്. എന്തൊരു രസമാണ് കേൾക്കാൻ. ഒരു ഫോളോ അപ്പുമില്ല, ആരും അവിടെ ചെല്ലണില്ല. ഉടമ്പടി അതിൽ തന്നെ സെൽഫായിട്ട് തന്നെ നിങ്ങൾ നിലനിർത്തും. കാര്യം ഉടമ്പടിയിൽ അരൂപി അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ വേറെ അരൂപി നിങ്ങളില്ലെങ്കിൽ അതവിടെ തന്നെ വസിക്കും. അതാണ് പ്രശ്നം. പക്ഷേ ഉണ്ടെങ്കിൽ വേറെ അരൂപി ഉണ്ടെങ്കിൽ നീ ഒരു സമാധാനം ആശംസിച്ച് കഴിഞ്ഞാൽ, നീ ഒരു സ്നേഹം ആശംസിച്ച് കഴിഞ്ഞാൽ, നീ ഒരു വിശ്വാസം ആശംസിച്ച് കഴിഞ്ഞാൽ അതിനോട് സഹകരിക്കാനുള്ള അരൂപി അവിടെ ഇല്ലെങ്കിൽ ഇത് റിട്ടേൺ അടിക്കും. അനുഗ്രഹത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം അതാണ്. നീ ഏത് ഭവനത്തിൽ ഇട്ടേക്കപ്പെടുമ്പോൾ 10:12 നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. സമാധാനം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സമാധാനം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ, പരിശുദ്ധാത്മാവിന് സ്വീകരിക്കാൻ അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. നിലനിൽക്കും. അർഹതയില്ലാത്ത വേറെ അരൂപി ഉണ്ടല്ലോ, വേറെ അരൂപി. സായിപ്പ് വരുമ്പോൾ കവാത്ത് മറക്കത്തില്ലേ, നോട്ടർ ഇട്ടിപ്പിക്കാം, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ ഒരു കുറച്ചുകൂടി ഇങ്ങനെ പങ്കുള്ള പെണ്ണ് കാണുമ്പോൾ ഇവൻ ഇങ്ങനെ ഒലിപ്പിച്ചോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അരുവി വേറെയാണെന്ന് മനസ്സിലായില്ലേ? അത് ഭർത്താവിന് മാത്രമല്ല, ഭാര്യയ്ക്കും ബാധകമാണ്. നിൻ്റെ ശരീരത്തിന് എതിരായിട്ടുള്ളൊരു പാപം നിൻ്റെ കയ്യിൽ നിന്ന് വന്നാൽ അരുവി ചേഞ്ച് ചെയ്യുന്ന അർത്ഥം. ജഡാരുവിയിലായി നീ പ്രവർത്തിക്കണത്. ഈ ജഡാരുവി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അവിടെ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും, തിരിച്ചു പോരും. പരിശുദ്ധാത്മാവ് തിരിച്ചു പോരും. അതാണ് അതിൻ്റെ അരൂപി അവിടെ ഉണ്ടെങ്കിൽ അതവിടെ നിലനിൽക്കും. അപ്പോൾ ഈ ദൈവകൃപയിൽ നിലനിൽക്കുകയാണെങ്കിൽ നീ ഉടമ്പടി ഐശ്വര്യങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. നീ ദൈവകൃപയിൽ നിന്ന് വ്യതിലിച്ച് വാങ്ങിയ സാധനം തിട്ടടിക്കാം. തിട്ടടിച്ചാൽ എന്ത് ചെയ്യും? പ്രൊട്ടക്ഷൻ പോകും. പക്ഷെ അങ്ങനെ ഈ പ്രൊട്ടക്ഷൻ പോകുന്നതുകൊണ്ട് ഇത് അവസാനിക്കത്തില്ല. വൺസ് ദൈവം ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താ? ദൈവം ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ, ഒരു ജീവിതത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയാൽ പിന്നെ അതിനേക്കാൾ ദൈവം ഇറങ്ങി, നമുക്കറിയാം ഭർത്താവ് ഇരിക്കേണ്ട സ്ഥലത്ത് ഭർത്താവ് ഇരുന്നില്ലെങ്കിൽ പട്ടി കയറിയിരിക്കുമെന്ന് പറഞ്ഞ പോലെ ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് നിന്ന് ദൈവം ഇറങ്ങിപ്പോന്നാൽ പിന്നെ ആര് കയറിയിരിക്കും? പിശാച് കയറിയിരിക്കും. ക്രിസ്തു നിങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ ഈ സാധനം ഇറങ്ങി മാറി നിൽക്കും. നമുക്ക് ക്രിസ്തുവിൻ്റെ അരൂപിയോട് നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ അരൂപി നിലനിന്ന് പോകും. അല്ല, നമ്മൾ സഹകരിക്കാതെ പണം കണ്ടപ്പോൾ കുറച്ചുകൂടി പണം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും വിസ തട്ടിപ്പൊക്കെ നടത്തി ഏജൻസി കളിച്ച് അവൻ്റെ പണം പിടുങ്ങി അവൻ സമ്പത്തിൻ്റെ പിശാചിനെ നീ വലിച്ച് കയറ്റി കഴിഞ്ഞാൽ ടക്ക് നീ സാധനം അടിച്ച് മാറ്റും. അപ്പോഴത്തെ അരി മാറും. വളരെ ശ്രദ്ധിച്ച് വേണം. ദൈവത്തെക്കൊണ്ട് ജീവിക്കാമെങ്കിൽ ദൈവത്തെക്കൊണ്ട് തന്നെ ജീവിക്കണം. പിന്നെ പിശാചിനെ കൊണ്ട് ജീവിക്കാൻ ദൈവത്തെക്കൊണ്ട് ജീവിക്കണം. പോരട്ടെ എന്നുള്ള ജഡത്തിൻ്റെ അരൂപികളുണ്ടല്ലോ, അതാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ്റെ അന്ത്യസ്ഥിതി, ബൈബിൾ പറഞ്ഞതാണ്, അവൻ്റെ അന്ത്യസ്ഥിതി ആദ്യത്തേക്കാൾ മോശമായിരിക്കും എന്നാണ്. ഇപ്പൊ തന്നെ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? 10:12-43 അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. പഴയ കക്ഷികളൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായില്ലേ? ഉടമ്പടി കൊണ്ട് നിങ്ങൾ ഉടമ്പടി ജീവിച്ചതിനെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ പഴയ കക്ഷികൾ, ഇറങ്ങിപ്പോകുന്ന കക്ഷികളൊക്കെ തിരിച്ചു വരും. എന്തൊക്കെയാണത്? ആദ്യം പറഞ്ഞ കക്ഷികൾ, ജഡത്തിൻ്റെ മോഹങ്ങൾ, ആഭിചാരം, വ്യഭിചാരം, ദുഷ്ടത, പരദൂഷണം, ഈ സാധനമൊക്കെ തിരിച്ചു വരും. ഇതൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, കർത്താവ് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞു. കർത്താവ് ഇരുന്ന ചെയർ മാത്രമേ ഉള്ളൂ, ഇപ്പം ചെയറിൽ ഇരിക്കുന്നത് മറ്റേ കക്ഷിയാണെന്ന്. അതാണ് ഉടമ്പടി ലാഗ് ചെയ്യണതിൻ്റെ കാരണം. ഇവിടെ ആധ്യാത്മിക ജീവിതം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈസിയുമാണ്, അതേസമയം തന്നെ കുറച്ച് ശ്രദ്ധ വേണ്ട കാര്യങ്ങളും കൂടിയാണ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അവളുടെ പ്രാർത്ഥന, സ്വാതികൃഷ്ണയുടെ പ്രാർത്ഥന ഏറ്റവും നല്ല പ്രാർത്ഥന. കർത്താവേ, എനിക്ക് കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം പോകരുത്. എന്തൊരു പ്രാർത്ഥനയാണ്! സ്വർഗം ത്രസിക്കുന്ന പ്രാർത്ഥനയാണ്. അതൊരു അക്രൈസ്തയുടെ വായിന്ന് വീഴെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിഷേകം എന്താ? ഒരു ഒന്നൊന്നര അഭിഷേകം ദൈവം എല്ലാവർക്കും ഓഹരിയാക്കുകയാണ് ഉടമ്പടിയിലൂടെ. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഉന്നതമായ നാമത്തിൽ അടയാളം കാണിക്കണമേ. അങ്ങനെ ഉന്നതമായ കരബലത്താൽ അടയാളം കാണിക്കണമേ.
കർത്താവ് ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങ് തിരുമുറുപാർന്ന വലതുകരം ആണിപ്രദാർന്ന അത്ഭുതകരം വെക്കണമേ. അപ്പാ അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിലെ അടയാളം കാണിക്കണമേ. അപ്പാ അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ വർഷിക്കണമേ. അപ്പാ എല്ലാ മക്കളും, തളർന്നു പോയ മക്കള്, വാടിപ്പോയ മക്കള്, ആറിപ്പോയ മക്കള് എല്ലാം പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ ശക്തി ഇടിമുഴക്കം പോലെ, അടുപ്പിട പോലെ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും പതിക്കട്ടെ. എല്ലാ ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, എല്ലാ ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. വാതരോഗങ്ങൾ, PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ കേൾപ്പിക്കുന്ന സമയമാണ്. വ്യത്യസ്തങ്ങളായ രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവർ അവരെല്ലാം പരിശുദ്ധ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടിയുടെ പിൻബലത്താലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അന്യരാജ്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ, വിസ നഷ്ടപ്പെട്ടവർ, കയറിപ്പോരേണ്ടി വരണവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, ജപ്തി നടപടിക്കാർ, സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, ഭവനരഹിതർ, കുടുംബ കോടതിയിൽ കേസുമായിട്ടിരിക്കുന്നവർ, പിരിഞ്ഞു പോകുന്നവർ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ, വിവാഹത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളിലും വിഷമിക്കുന്നവർ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, നിൻ്റെ തിരുമുറുപാർന്ന, നിൻ്റെ ആണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ മക്കളെ സ്പർശിക്കണമേ. കർത്താവെ, കരുണ കാട്ടണമേ. നിൻ്റെ തിരുവിലാലും മുറിവിനെ ഓർത്ത് കരുണ കാട്ടണമേ. നിൻ്റെ മുൾക്കിടത്തിലെ ചോരപ്പാടുകളെ ഓർത്തുകൊണ്ട് കരുണ കാട്ടണമേ. നിൻ്റെ മരക്കുരിശിനെ ഓർത്തുകൊണ്ട് കരുണ കാട്ടണമേ. കർത്താവെ, ഞങ്ങളുടെ യോഗ്യത കൊണ്ട് കർത്താവെ, അങ്ങയുടെ യോഗ്യതയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളും മാറിപ്പോയിക്കൊണ്ട് ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ.